Good morning, everyone. Welcome to Attendant Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 12th December 2022. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാ നോക്കാം. അതുപോലെ വൊക്കാബുലറി, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് റീബിൽഡ് ചെയ്തെടുക്കാം. നിങ്ങളുടെ വൊക്കാബുലറി ഒന്ന് എൻട്രി ചെയ്തെടുക്കാം. അതുപോലെ എന്തൊക്കെ ന്യൂസ് ആണ് വന്നിരിക്കുന്നത്, നമ്മൾ ജനറൽ അവയർനെസ് നിങ്ങൾക്ക് കിട്ടും ഈ സെഷനിൽ. അതുപോലെ നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി കൂടും, കോംപ്രിഹെൻഷൻ സ്കിൽസ്, അതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ആൻഡ് റൈറ്റിംഗ് എബിലിറ്റി. ഇതിനെല്ലാത്തിനും വേണ്ടിയുള്ള സെഷനാണ്, ഓൾ ഇൻ വൺ സെഷനാണ്. എല്ലാ ദിവസവും ഉള്ള സെഷനാണ്. മൺഡേ ടു സാറ്റർഡേസ് 8:30 AM ആണ് നമ്മുടെ സെഷൻ ടൈമിങ്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. നമുക്ക് തുടങ്ങാം അല്ലെ, നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് നമ്മുടെ കോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു. നമ്മൾ വീക്കെൻഡ് സാറ്റർഡേ ഞാൻ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മൺഡേ തിരിച്ചു വരികയാണ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു. വീക്കെൻഡ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മഴയായതുകൊണ്ട് പണിയായിരുന്നോ? ഒരു മഴ തുടങ്ങിയിട്ടുണ്ടല്ലോ കേരളത്തിൽ എല്ലായിടത്തും. ഒരു മഴ, കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലൊക്കെ മഴയാണ്. മഴയോട് മഴയാണ് ഇപ്പോൾ. അപ്പൊ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം വിത്ത് അവർ കോട്ട്. ഇഫ് വി ബിലീവ് ദാറ്റ് ടുമോറോ വിൽ ബി ബെറ്റർ, ഇന്ന് പോട്ടെ നാളെ ഓക്കെയാണ് എന്നൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ വി ക്യാൻ ബെയർ ഹാർഡ്ഷിപ്പ് ടുഡേ. ഇന്ന് പ്രശ്നമില്ല അങ്ങനെയാണെങ്കിൽ അല്ലെ. നമ്മളെപ്പോഴും അങ്ങനെയാണ് അല്ലെ. ഒരു പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും നമുക്ക് ഉണ്ടാവണം എന്ന് പറയുന്നത്. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫിൽ എത്ര പ്രശ്നങ്ങൾ, പോസിറ്റീവ് തിങ്ക് കൊണ്ട് എല്ലാം നല്ലത് തന്നെ നടക്കണം എന്നുള്ള ഒരു വിശ്വാസമല്ല. എന്ത് സംഭവിച്ചാലും അതിനെ നേരിടാൻ നമ്മളെ കൊണ്ട് കഴിയും. ആ ഒരു നാളെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും എന്നുള്ള രീതിയിലല്ല. നമുക്ക് എപ്പോഴും പറയാൻ പറ്റും ഇന്നിപ്പോ അത്യാവശ്യം പ്രശ്നമാണെങ്കിൽ നാളെ ഓക്കെ ആയിരിക്കും, ഇറ്റ് ഷുഡ് ബി ബെറ്റർ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, ഹോപ്പ് ഉണ്ടല്ലോ. ആ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ബെയർ ദ ഹാർഡ്ഷിപ്പ് ടുഡേ. ഇന്നിപ്പോ ഓക്കെ, കുഴപ്പമില്ല, ഐ ക്യാൻ ടോളറേറ്റ് ഇറ്റ് ടുഡേ. ഇന്ന് കുഴപ്പമില്ല, ഇന്നത്തെ ഹാർഡ്ഷിപ്പ് ഞാൻ ടോളറേറ്റ് ചെയ്യാൻ സഹിച്ചോളാം, നാളെ ഓക്കെ ആയിരിക്കും, നാളത്തേക്ക് അത് ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാവില്ലോ. അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് തിങ്കിങ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ആ നെഗറ്റിവിറ്റി ഒക്കെ ഒന്ന് മാറ്റി ആ പോസിറ്റീവ് തിങ്കിങ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. കാരണം വെച്ചാൽ അതിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആർട്ടിക്കിൾ ഏതൊക്കെയാന്ന് പറയാം. അപ്പൊ രണ്ട് ആർട്ടിക്കിൾ ആണുള്ളത്. ഒന്ന് പെറുവിലെ അവസ്ഥയെ പറ്റിയാണ്. ലെജിസ്ലേച്ചറും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവും തമ്മിൽ ഒരു ചെറിയൊരു ക്ലാഷ് നടക്കുന്നുണ്ട് പെറുവിൽ. അപ്പൊ അതിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ബട്ട് നിങ്ങൾക്കറിയാം, നമ്മൾ ഫോറിൻ ആർട്ടിക്കിൾസ് ഒന്നും അങ്ങനെ ഫോറിൻ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പൊളിറ്റിക്കൽ ആസ്പെക്ട്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. അതുകൊണ്ട് നമുക്ക് പെറുവിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണമെങ്കിൽ യു ക്യാൻ ഗിവ് ഇറ്റ് എ റീഡ്. നിങ്ങൾക്ക് ഒരു സെൽഫ് റീഡിംഗ് ആർട്ടിക്കിൾ ആണ്, വായിച്ചു നോക്കാം എന്തൊക്കെയാണ് അവസ്ഥ എന്നൊക്കെ അറിഞ്ഞിരിക്കാം, ഫോർ യുവർ ജനറൽ നോളജ്. അതല്ലാതെ നമുക്കിന്ന് വായിക്കാനുള്ളൊരു വളരെ ഇമ്പോർട്ടന്റ് കാര്യം, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഹെഡായിട്ട് നമ്മുടെ PT ഉഷയെ നിയമിച്ചു. നിങ്ങൾ അറിഞ്ഞാണോ? ഒരിക്കലും അതിനെപ്പറ്റി. അപ്പൊ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ആണ്. ആൻഡ് ദാറ്റ് സംതിങ് വെരി പ്രോമിസിങ്. അത് നമ്മൾക്ക് വായിച്ചു നോക്കണം. വളരെ എന്താ പറയാ, സ്പോർട്സിനെ പറ്റിയും ലീഡർഷിപ്പിനെ പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിൾ ആണ്. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. അത് നമ്മൾ ഇന്ന് വായിച്ചു വിടും. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ ആർട്ടിക്കിൾ ഫോർ ദ ഡേ. യെസ്, അപ്പോൾ മറ്റു വൊക്കാബുലറി ഒക്കെ നമുക്ക് പോകും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സിലോട്ടൊക്കെ പോകും. എന്നിട്ട് നമുക്ക് വൊക്കാബുലറി, സിനോണിംസ്, ആന്റണിംസ്, കൺഫ്യൂസിംഗ് വേർഡ്സിലോട്ടൊക്കെ പോകും കേട്ടോ. എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആർട്ടിക്കിളിലോട്ട് പോകാം. അതുപോലെ തന്നെ നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ സ്പോട്ട് ദ ക്വസ്റ്റൻ തരാം. യെസ്, ആഫ്റ്റർ എ സ്മോൾ ബ്രേക്ക്. യെസ്, ഗുഡ് മോർണിംഗ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും, കുറച്ച് പേരൊക്കെ എക്സാം ഒക്കെ എഴുതാൻ പോയിരുന്നല്ലോ. അതിന്റെ ഇടയ്ക്ക് നന്ദീഷ എക്സാം ഒക്കെ എഴുതിയിരുന്നല്ലോ. എക്സാം ഒക്കെ എഴുതാൻ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കൊന്ന് ഈ ഇടയ്ക്ക് നമ്മൾ മിസ് ഔട്ട് ആക്കിയ നമ്മുടെ ഡിഗ്രി പ്രിംസ് അല്ല, ഞാൻ ഇല്ലായിരുന്നു. ഡിഗ്രി പ്രിംസ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? അതുപോലെ തന്നെ അതിന്റെ ഇടയ്ക്ക് CGL എക്സാം എഴുതാനുണ്ടായിരുന്നു നമ്മുടെ കുട്ടികൾ അല്ലെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാംസ് ഒക്കെ? ഉഷാറായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടന്നോ? ഒന്ന് എനിക്ക് ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ തരാം. അപ്പോഴേക്കും ലെറ്റ്സ് മൂവ്, ലെറ്റ്സ് റോൾ ഓൺ അല്ലെ. നമുക്ക് തുടങ്ങാം. Attendant ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, iOS അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡെയിലി ക്വിസസ് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ്, എക്സാം അല്ലെ ജോബ് അലേർട്സും എക്സാം നോട്ടിഫിക്കേഷനും കൃത്യമായിട്ട് കിട്ടാൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയും, ക്വിസസ് അറ്റൻഡ് ചെയ്ത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് വിടുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ Attendant മലയാളം ചാനൽ, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ ക്ലാസ്സുകൾ, SSC ആയിക്കോട്ടെ, ബാങ്കിങ്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ കോർട്ട് എക്സാംസ്, അതുപോലെ FCI, ഏത് എക്സാംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇവിടെ ഉണ്ട്. കൂടാതെ കേരള PSC ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, എല്ലാ ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തുടങ്ങാം. നമ്മുടെ ഇഡിയംസ്, വൺ വേർഡ്സ് ആൻഡ് ഫ്രേസൽ വെർബ്സ്. ഓക്കെ, പോലെ കൊള്ളായിരുന്നു എക്സാം. ഓക്കെ, കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തന്നെ. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം.
ഇന്ന് കുറച്ച് idioms, phrasal verbs and one words ഉണ്ട്. നമുക്ക് അത് ആദ്യമേ നോക്കാം ട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത idioms and phrasal verbs തന്നെയാണ്. idiom ആണ് ഈ പറയുന്ന on track. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. It's a phrase, ഒരു phrase ആണ്. On track നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തായിരുന്നു. On track എന്ന് പറഞ്ഞാൽ on course ആണ്. സംഭവം on schedule ആണ്. ഷെഡ്യൂൾ പൊക്കോണ്ടിരിക്കുകയാണ്. പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് on track എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് ആസ് എക്സ്പെക്റ്റഡ്. നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ലൈക്ലി ടു ബി സക്സസ്ഫുൾ. അതിനാണ് ഓൺ ട്രാക്ക് എന്ന് പറയാം. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഓൺ ട്രാക്ക് എന്ന യൂസേജ്. ഓർത്തോണേ, ഡിഗ്രി പ്രിലിംസ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഈസി ആയിരുന്നു അല്ലേ? ഓക്കെ, ഞാൻ കേട്ടു. GK കുറച്ച് കുഴപ്പിച്ചു, ബാക്കിയുള്ളത് ഓക്കെ ആയിരുന്നു ഞാൻ കേട്ടിരുന്നു. ക്വസ്റ്റ്യൻ ഞാൻ നോക്കിയായിരുന്നു. ഇംഗ്ലീഷ് എളുപ്പമായിരുന്നു അല്ലേ? ഇംഗ്ലീഷ് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് എനിക്ക് ഡിഗ്രി പ്രിലിംസിൽ തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് പാർട്ടും ഇച്ചിരി ടഫായിരുന്നു. സെക്കൻഡ് പാർട്ട് കുറച്ച് ഭയങ്കര എളുപ്പമായിരുന്നു. തേർഡ് ഫേസിൽ വന്നേക്കുന്ന ഒരു മീഡിയം ലെവലായിട്ട് ഇംഗ്ലീഷ് എനിക്ക് തോന്നിയത് അല്ലേ? ഇന്ന് ഫസ്റ്റും സെക്കൻഡും തേർഡും വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ആയിരുന്നു ഈസിയസ്റ്റ്. ഫസ്റ്റ് വണ്ണ് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ടഫായിരുന്നു. ബിക്കോസ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഓപ്ഷൻസ് ഒക്കെ വന്നപ്പോൾ ഒരു കൺഫ്യൂഷൻ അടുപ്പിച്ചേക്കാം. അടുപ്പിച്ചിരുന്നു, നിങ്ങൾ ഓൾറെഡി പറഞ്ഞു. തേർഡ് വൺ എനിക്ക് തോന്നുന്നു ഒരു മീഡിയം ലെവലായിരിക്കാം. സെക്കൻഡിനെ അപേക്ഷിച്ച് മീഡിയം ലെവലായിട്ട് നിങ്ങൾക്ക് കൂടി തോന്നി കാണുമായിരിക്കും. അതാണ് എനിക്കൊരു അനാലിസിസ് തോന്നിയത്. ഐ ഡോണ്ട് നോ അബൌട്ട് യു പീപ്പിൾ, ബട്ട് അല്ല, എക്സാം എഴുതാൻ പോകുമ്പോൾ തോന്നുന്ന ഫീൽ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ ലെവൽ. ഫസ്റ്റ് എക്സാം എഴുതിയവർക്ക് ഉള്ള ഫീൽ ആയിരിക്കില്ലല്ലോ തേർഡ് എക്സാം ഫേസ് ചെയ്തവർക്ക്. അതാണ് ഡിഫറൻസ്. എനിവേസ്, ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് ഇഡിയം. കീപ് ആൻ ഐ ഓൺ സംതിങ് ഓർ സംബഡി. നമ്മൾ പറയില്ലേ, അവന്റെ മേലൊരു കണ്ണ് വേണേ. കീപ് ആൻ ഐ ഓൺ സം പേഴ്സൺ അല്ലെ? കീപ് ആൻ ഐ ഓൺ ദാറ്റ് പേഴ്സൺ, അല്ലെങ്കിൽ കീപ് ആൻ ഐ ഓൺ ദാറ്റ് ഓൺ ദാറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? അതിന്റെ അർത്ഥം എന്താ? ഒന്ന് കണ്ണ് വേണേ അവിടെ എന്ന് വെച്ചാൽ വാച്ച് ക്ലോസ്ലി അല്ലെങ്കിൽ കെയർഫുള്ളി. ഒന്ന് ശ്രദ്ധിച്ചോണേ, ഒന്ന് ശ്രദ്ധിച്ചോണം അല്ലെ? ശ്രദ്ധ അവിടെ വേണം കേട്ടോ എന്ന് പറയുന്നതിനാണ് കീപ് ആൻ ഐ ഓൺ സംതിങ് ഓർ സംബഡി എന്ന് നമ്മൾ പറയുന്നത് അല്ലെ? അടുത്ത് നോക്കിയേ, കേട്ട് പരിചയമുള്ളത് തന്നെ അല്ലെ? നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഐ കീപ് ആൻ ഐ ഓൺ യു. ഞാൻ തന്നെ നോക്കണ്ടിട്ടാ, ഞാൻ ശ്രദ്ധിക്കേണ്ടത് തന്നെ എന്നൊക്കെ പറയില്ലേ? അതാണ് കീപ് ആൻ ഐ ഓൺ സംവൺ ഓർ സംബഡി ഓർ സംതിങ് എന്നുള്ളത്. അടുത്താണ് വൈറ്റ് എലഫന്റ്. നമ്മൾ ഒരുപാട് തവണ കേട്ട് പരിചയമുള്ള ഒരു ഇതാണ് നമ്മുടെ എന്താ പറയുക, ഫ്രേസൽ വേർബ്. ഐ മീൻ ഫ്രേസൽ വേർബ് അല്ല, ഇഡിയമാണ് വൈറ്റ് എലഫന്റ് എന്ന് പറഞ്ഞാൽ. വൈറ്റ് എലഫന്റ് നമ്മൾ പറയില്ലേ മലയാളത്തിൽ? വൈറ്റ് എലഫന്റ് എന്ന് പറഞ്ഞാൽ ഐരാവതം. ഈ ഐരാവതത്തിന്റെ പ്രത്യേകത എന്താ? വെള്ളയാണല്ലേ? അത് നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. ഇന്ദ്രനൊക്കെ പറ്റില്ല, നമുക്കൊന്നും പറ്റില്ല എന്ന് പറയും. അത് കാര്യം എന്തുകൊണ്ടാ? ഇറ്റ്സ് എ യൂസ്ലെസ് ആൻഡ് എക്സ്പെൻസീവ് പൊസിഷൻ. ഭയങ്കര കാശ് കൊടുത്ത് വീട്ടിൽ നമ്മൾ ഒരു സാധനം മേടിച്ചിട്ട് വിചാരിക്കാം, നമ്മളൊരു കാശ് കൊടുത്തൊരു സാധനം മേടിച്ചു, അതുകൊണ്ട് നമ്മളെ കൊണ്ടൊരു ഗുണവുമില്ല. നമ്മളിപ്പോ ഒന്നാമത് എലഫന്റ് എന്ന് പറയാനുള്ള കാരണമേ ഉണ്ട്. നമുക്കറിയാം, ഒരു ആനയുള്ള വീട് എന്ന് പറഞ്ഞാൽ വലിയ എന്താണ് അല്ലെ? അയ്യോ വലിയ വീടാ അങ്ങനെയൊക്കെ പറയില്ലേ? വലിയ എന്താ പറയുക, നമ്മൾ പറയില്ലേ ഭയങ്കര പേര് കേട്ട തറവാടാണെന്നൊക്കെ പറയില്ലേ? ഭയങ്കര വലിയ പൈസക്കാരാ എന്നൊക്കെയാണ് എലഫന്റ്. കാരണം അതിനെ തീറ്റിപ്പോരെ ഭയങ്കര പൈസ നമ്മുടെ ചെലവുണ്ട്. എക്സ്പെൻസീവാ, ഭയങ്കര എക്സ്പെൻസീവാ. എന്നാൽ അതുകൊണ്ട് വലിയ ഗുണമുണ്ടോ? ഇല്ല താനും അല്ലെ? അതുകൊണ്ട് ഗുണവും ഇല്ല. എന്നാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയ ഒരു പൊസിഷൻ നമുക്കുണ്ടെങ്കിൽ നമുക്ക് പറയാം അതിനെ ഇറ്റ്സ് എ വൈറ്റ് എലഫന്റ് എന്ന് പറയാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഗുണം നമുക്കില്ല, ഇറ്റ് ഇസ് യൂസ്ലെസ്. അറ്റ് ദ സെയിം ടൈം ഭയങ്കര എക്സ്പെൻസീവ് ആണ്, നമ്മുടെ കയ്യിൽ പൈസ പൊക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടുന്നില്ല. അതിനെയാണ് വൈറ്റ് എലഫന്റ് എന്ന് പറയാം കേട്ടോ. ഇത് എക്സാമിനൊക്കെ വന്നിട്ടുള്ളതാണ് അല്ലെ? യെസ് യെസ് യെസ്. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, ഹൈക്കോർട്ട് ട്രാൻസ്ലേറ്റർ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഇത് ഹല, എനിക്ക് ഹലയുടെ ലെവൽ എങ്ങനെയാണെന്ന് അറിയില്ല. എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പോയി അറ്റൻഡ് ഒന്ന് ചെയ്തോളൂ. കാരണം അതിനുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ഇത് ചെയ്തു. റെക്കോർഡ് ക്ലാസ്സുകളുടെ ഒരു വീഡിയോ കോഴ്സ് ഉണ്ട്. അപ്പൊ അത് ഹല വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്തോളൂ. അപ്പൊ അതിന് അനുസരിച്ച് ഹല ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് അതിനു വേണ്ടി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു 1 മന്ത്, ഇപ്പൊ കൃത്യമായിട്ട് നമുക്ക് ഏറെക്കുറെ 1 മന്ത് നമ്മുടെ ഏറെക്കുറെ കൃത്യം ഒരു 1 മന്ത് നമ്മുടെ മുമ്പിലുണ്ട്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ, പ്രാക്ടീസ് ചെയ്യാനും അത് ആ ഒരു ട്രാൻസ്ലേഷൻ പഠിച്ചെടുക്കാനും പറ്റുമെങ്കിൽ, വേർഡ് ആൻഡ് പാരഗ്രാഫ് ട്രാൻസ്ലേഷൻ ആണ്, അത് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാം. കാരണം ഓരോരുത്തരുടെ ലെവൽ ഡിഫറെന്റ് ആണല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അതുകൊണ്ട് അങ്ങനെ റെഡി ആണെങ്കിൽ യു ക്യാൻ ഓൾവേസ് പർച്ചേസ് ചെയ്തോ, എന്നിട്ട് പഠിച്ചു തുടങ്ങിക്കോ കേട്ടോ. കോഡ് മറക്കണ്ട, 3Y314 പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടും. വീഡിയോ കോഴ്സ് ഉണ്ട്, അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇനി വീഡിയോ കോഴ്സ് അല്ലാതെ വേണമെങ്കിൽ നമ്മുടെ ഇ ബുക്ക് അവൈലബിൾ ആണ്. അതിലാണെങ്കിൽ ടെസ്റ്റ് സീരീസ്, ഇ ബുക്ക് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അത് പക്ക കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യാനുള്ള സാധനം മാത്രമുണ്ട്. ക്ലാസ്സുകൾ വേണ്ടെങ്കിൽ അത് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഹലക്ക് ഇഷ്ടമുള്ള പോലെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഹിസ്റ്ററി ആയിരുന്നല്ലേ? ഓക്കെ ഓക്കെ. തേർഡ് ഈസിയസ്റ്റ് എന്നാ തോന്നിയത് മിസ്? യെസ്, എനിക്കും അതാ തോന്നിയത്. തേർഡ് ഈസിയസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയ പറഞ്ഞ ഗ്രേറ്റ്. യെസ്. Okay, good morning people. Keep eye on Joe. She will be next Helen Keller. That's great. The metro rail project is on track.
Great. The inspector ensured that the construction procedures are on track and remarked it to be satisfactory. That's great. Many government departments in Kerala are white elephants. Of course it is. Keep an eye on the notice board for boards for the forthcoming exams. That's great. Yes, every government keeps an eye on economic status quo of countries. Yes, yes, great. Moving on, at the leash out. Leash out. Leash ഇടുക എന്ന് പറഞ്ഞാൽ തന്നെ റെസ്ട്രിക്ട് ചെയ്യാന്നാണ് അല്ലെ. ലീഷിൽ നമ്മൾ ലീഷ് ഇടുന്ന എന്തിനാ? നമ്മള് നായ്ക്കുട്ടികൾക്കൊക്കെ ലീഷിൽ ഇടുന്നത് എന്തുകൊണ്ടാ? അതിന് റെസ്ട്രിക്ട് ചെയ്യണം, ഓടിപ്പോകാൻ പാടില്ല. അതാണ് ലീഷ് ഔട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്താർത്ഥം എന്നറിയോ? റെസ്ട്രെയിൻ ചെയ്യുക ഓർ കൺട്രോൾ ചെയ്യുക. ദാറ്റ് അല്ലെങ്കിൽ ഫാസ്റ്റൻ ചെയ്യുക. നമ്മൾ ഫാസ്റ്റൻ ചെയ്യുന്ന പറയില്ല, കെട്ടി വെക്കുക പറയില്ലേ, അതിനാണ് ഫാസ്റ്റൻ ചെയ്യാന്ന് പറയാ. സോ ലീഷ് ഔട്ടിന് അർത്ഥം അത് തന്നെയാ, ചെക്ക്, റിസ്ട്രെയിൻ അല്ലെങ്കിൽ ഫാസ്റ്റൻ എന്നൊക്കെയാണ് അർത്ഥം. ഓർത്തോണം. അടുത്തത് നമ്മൾ പഠിച്ചുകൊണ്ടാണ് ഗോ ഓൺ. യെസ്, ഗോ ഓൺ. ഗോ ഓൺ വിത്ത് യുവർ വർക്ക്. ഗോ ഓൺ, ഇറ്റ്സ് ഗോയിങ് ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ. ഗോ ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക. അതൊരു ഫ്രേസൽ വെർബ്സ് ആണ്. വളരെ കോമൺ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിലും അതുപോലെ തന്നെ എക്സാമിനൊക്കെ വരാറുള്ള ഒരു ഫ്രേസൽ വെർബാണ് ഗോ ഓൺ. ഗോ ഓൺ മീൻസ് കണ്ടിന്യൂ. ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നോക്കിയേ, കം ഔട്ട്. കം ഔട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എമേർജ് ചെയ്യുക. ഇറ്റ് കംസ് ഔട്ട് ഓൺ, ഇറ്റ് എമേർജ് ഓൺ എ ഡേ, ഇറ്റ് കംസ് ഔട്ട് ഓൺ എ ഡേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. കം ഔട്ട്. കം ഔട്ട് എന്ന് പറഞ്ഞാൽ എമേർജ് ചെയ്യുക ഓർ റിവീൽ ചെയ്യപ്പെടുക. ബി നോൺ, പുറത്താവില്ല, ഡിസ്ക്ലോസ് ചെയ്യപ്പെടുക, അതിനെ കം ഔട്ട് ചെയ്യാം അല്ലെ. കം ഔട്ട്, ഇറ്റ് കെയിം ഔട്ട്, ഇറ്റ് കെയിം ഔട്ട് ടു അവർ സർപ്രൈസ് എന്നൊക്കെ പറയില്ല. അതായത് ഒന്നും പറയേണ്ടത് റിവീൽ ചെയ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട്. സോ കം ഔട്ട് എന്ന് പറഞ്ഞാൽ റിവീൽ ചെയ്യപ്പെടുക, ബി നോൺ എന്നൊക്കെയാണ് അർത്ഥം, ഡിസ്ക്ലോസ് ചെയ്യപ്പെടുക ആ അർത്ഥം. അടുത്തത് ടിപ്പിംഗ് പോയിന്റ്. എന്താണ് ടിപ്പിംഗ് പോയിന്റ്? ടിപ്പിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്രൈസിസ് സ്റ്റേജ് ഇൻ എ പ്രോസസ്. ഒരു പ്രോസസ്സിലെ ഏറ്റവും ക്രൈസിസ് നടക്കണം, അതിലൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൈം ഉണ്ടല്ലോ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റേജ് ഉണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ടിപ്പിംഗ് പോയിന്റ്. ഇറ്റ്സ് എ ടിപ്പിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എടാ ഇത് വല്ലാത്തൊരു പോയിന്റാ നമ്മൾ പറയില്ലേ. ചില സമയത്ത് നമ്മൾ വല്ലാണ്ട് കുടുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ പറയില്ല, വളരെ ക്രൈസിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ഒരു പ്രോസസ്സിലെ ആ ഒരു സ്റ്റേജിൽ നമ്മൾ പറയുന്ന പേരാണ് ടിപ്പിംഗ് പോയിന്റ്. ഓർത്തണം, ടിപ്പിംഗ് പോയിന്റ് എന്ന യൂസേജ് കേട്ടോ. ബൈങ് എ ലക്ഷറി കാർ ഇസ് കൺസിഡർഡ് വൈറ്റ് എലിഫന്റ് വെൻ ദ ഹോൾ സെയിൽസ് ഇസ് ഇൻ റെഡ്. യെസ് ഇറ്റ് ഇസ്. അല്ലേ തന്നെ നമ്മുടെ എന്താണ് ലക്ഷറി കാറുകളെല്ലാം വൈറ്റ് എലഫന്റ് തന്നെയാണ്. പൈസ ചുമ്മാ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെ. എക്സ്പെൻസീവ് ആയിട്ട് വലിയ ഗുണമൊന്നും ഇല്ലാത്തൊരു സാധനം നമ്മൾ മേടിച്ച് വീട്ടിലിടുമ്പോൾ അതൊരു പ്രൗഢി കാണിക്കാൻ വേണ്ടി നമ്മൾ മേടിക്കുന്നത്. എന്തിനാ വീട്ടിലൊരു ആനയെ മേടിച്ച് വെക്കണേ? ലിറ്ററലി ആലോചിച്ച് നോക്കുക അല്ലെ. ഞാൻ പറഞ്ഞ ആനയുള്ള വീട് പ്രൗഢിയുള്ള വീട്, പ്രൗഢി കാണിക്കാനാണ് പണ്ട് കാരണവന്മാരുടെ അല്ലെ, പണ്ട് കാരണവന്മാരൊക്കെ ഉള്ള കാലത്ത് മേടിച്ചിട്ട് എന്നൊക്കെ പറയുന്നേക്കാം ആനയുള്ള വീടുകൾ. എന്തുകൊണ്ടാണ്? പ്രൗഢി കാണിക്കണം. അയ്യോ ആ വീട്ടിലൊരു ആന ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു പ്രൗഢിയാ. അതാണ്. സോ വൈറ്റ് എലഫന്റ് ഇസ് ഓൾവേസ് ഫോർ ഷോയിങ് ലക്ഷറി. അതിനു വേണ്ടി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാറ്. I keep an eye on my niece when she takes my phone. അത് നന്നായി, അത് വേണം, അത് വേണം. Society is considering youth after 18 years as a white elephant. Oh God, അത് പാടില്ല. അതെ. His food truck business is on track now. That's great. I will keep an eye on your baby. Go on with your work. That's great. Ma'am, you should keep an eye on the student. Someone is watching the session without putting without putting like. I should have without putting. Without is a preposition. Preposition ing form വരണ്ട, gerund വരണം. വെർബിന്റെ ജെറൻ ഫോമേ വരാവുള്ളേ. പുട്ടിംഗ് ലൈക്സ്. യെസ്, പറഞ്ഞത് ശരിയാണല്ലോ. അപ്പൊ വീഡിയോ കൊണ്ടുവരിക്കുന്നവരെല്ലാവരും ഒരു ലൈക്ക് ഇട്ടേ പിള്ളേരെ. ഇഫ് യു റിയലി ലൈക്ക് ദിസ് സെഷൻ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. എന്താണ് പിള്ളേരെ, ജാടയാണോ? യെസ്, ഐ എം ഇൻ എ ടിപ്പിംഗ് പോയിന്റ് of my life. That's great, Arun. That's a great sentence. When do the exam results come out? Okay, that's great. The court leashes out the misuse of power by the police. Great. Beast inside her was leashed out when he grinded on to doubt her. Okay. Unleash ne button arayada vaichu edana. Unleash thornu vida arayala. Leash kettida. The survey is going on. Great. Can you leash out the use of mobile phone? Restrict. Great. Although the minor skeptic community believes that women above 22 years of age to be a white elephant, societal norms drastically evolved in the past 5 years. Yes, it has. അപ്പൊ ഇവിടെ വെറുതെ ഇവോൾവ് കൊടുക്കരുത്. ഇൻ ദ പാസ്റ്റ് അല്ലേ, ഇൻ ദ പാസ്റ്റ്, ഈ കഴിഞ്ഞ പാസ്റ്റ് ഈ വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഡ്യൂറേഷൻ പറയുന്നില്ലേ. അപ്പൊ നമുക്ക് ഫോർ ദ പാസ്റ്റ് ഇയേഴ്സ് എന്ന് പറഞ്ഞ അർത്ഥത്തിൽ പറയില്ലേ. അപ്പൊ നമുക്ക് അവിടെ ഇങ്ങനെ തന്നെ കൊടുക്കാം കേട്ടോ ഉമ, ഇങ്ങനെ കൊടുക്കാം. ഈ ഒരു വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഹാപ്പനിങ് അല്ലേ. അപ്പം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കൊടുത്താൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. ഇങ്ങനെ കൊടുക്കാം, ഇയേഴ്സ് ഓഫ് ഏജ് ടു ബി വൈറ്റ് എലിഫന്റ് ബട്ട് സൊസൈറ്റൽ നോംസ് ഡ്രാസ്റ്റിക്കലി ഹാസ് ഇവോൾവ്ഡ് ഇൻ ദ പാസ്റ്റ് 5 years ഓർ ഫോർ ദ പാസ്റ്റ് 5 years എന്ന് കൊടുക്കാം. മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് കീപ്സ് ആൻ ഐ. മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് എന്ന് പറയുമ്പോൾ തന്നെ പ്ലൂറൽ ആണല്ലോ അനൂപേ, അവിടെ കീപ്സ് അല്ല, മോസ്റ്റ് ഓഫ് ദ കൺട്രി. മോസ്റ്റിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന പ്ലൂറൽ നൗൺ ആണെങ്കിൽ അത് പ്ലൂറലായി, അങ്ങനെയാ മോസ്റ്റിന്റെ കൂടെ. സോ മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് കീപ് an eye on India's international relations കൊടുക്കണേ. Keeping an eye on children, some parents are
always try to leash out them. അവിടെ തെറ്റ് പറ്റില്ലോ. Keeping an eye on children. Okay, comma, some parents are okay, always okay. അതിന്റെ ട്രൈ എങ്ങനെ വരും? ആറ് കഴിഞ്ഞിട്ട് ട്രൈ വരുമോ? ബിയുടെ കൂടെ ട്രൈ വരില്ല, ബിയുടെ കൂടെ V1 വരില്ല കേട്ടോ. ആ ട്രൈയിങ് കൊടുത്തോ, ആർ ഓൾവേസ് ട്രൈയിങ് ടു എന്ന് കൊടുത്തോ, എന്നാ ഓക്കെ ആണ്. ആർ ട്രൈയിങ് ടു ലീഷ് ദം ഔട്ട് എന്ന് കൊടുത്താൽ മതി കേട്ടോ. സോ അങ്ങനെ ചോദിക്കാം. Can you come out secretly behind you? Can you come out? Can you reveal the അങ്ങനെയല്ല, ഇങ്ങനെ കൊടുക്കണം. അതിനാണ് ഇങ്ങനെ കൊടുക്കുക. Can you, അവിടെ കം ഔട്ട് എന്ന് പറയുന്നത് ഫ്രേസൽ വെർബ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇൻഅപ്രോപ്രിയേറ്റ് യൂസേജ് ആവും കേട്ടോ സുമി. കം ഔട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ക്യാൻ യു കം ഔട്ട് ദി സീക്രട്ട് എന്ന് പറയുമ്പോൾ അതിനൊരു യൂസേജ് ഇല്ല. ഇങ്ങനെ പറയാം, ദ സീക്രട്ട് കെയിം ഔട്ട് എന്ന് പറഞ്ഞ ഓക്കെ, മനസ്സിലായോ? ഇൻഅപ്രോപ്രിയേറ്റ് യൂസേജ് ആവും. നമുക്ക് നിനക്ക് നീ ഒന്ന് റിവീൽ ചെയ്യാം, നീ ഒന്ന് പറഞ്ഞു തരാമോ എന്നാൽ ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് വാക്ക് റിവീൽ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ക്ലോസ് എന്ന് വാക്കിന് കൊടുക്കുക. അതാണ് പ്രോപ്പർ യൂസേജ്. എപ്പോഴും നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിക്കുമ്പോൾ മീനിങ് സിമിലർ ആയിട്ടുള്ള വാക്കുകൾ എല്ലായിടത്തും മാറി ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഡിസ്ക്ലോസ് എന്ന വാക്ക് അവിടെ കറക്റ്റാ, പ്രോപ്പർ യൂസേജ് ആണ്. അല്ലെങ്കിൽ റിവീൽ പക്കയാണ്. സോ യു കെൻ സേ കെൻ യു റിവീൽ എന്ന് തന്നെ ചോദിക്കണം. അല്ലെങ്കിൽ ദ സീക്രട്ട് കെയിം ഔട്ട് on some days അങ്ങനെ എന്തെങ്കിലും പറയാം. അങ്ങനെ ഇതിലോട്ട് തന്നെ കൊടുക്കാം. പക്ഷെ എന്ത് കൊടുക്കാൻ പറ്റില്ല, അവിടെ കം ഔട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ സുമി, അതൊരു പ്രശ്നമുണ്ട്. Can you reveal a secret behind? റിവീൽ കഴിഞ്ഞിട്ട് ദ എന്തായാലും കൊടുക്കണേ, റിവീൽ ദ സീക്രട്ട്. ആ ഒരു പെർട്ടിക്കുലാരിറ്റി അവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദ എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും വേണം കേട്ടോ. യു ഷുഡ് ലീഷ് ഔട്ട് ദ യൂസേജ് ഓഫ് ഡ്രഗ്സ്. യു ഷുഡ് ലീഷ് ഔട്ട് ദ യൂസേജ് ഓഫ് ഡ്രഗ്സ്. യു ഷുഡ് ലീഷ് ഔട്ട് ദ യൂസേജ് ഓഫ് ഡ്രഗ്സ് പറഞ്ഞാൽ അവിടെ ഫുൾ സ്റ്റോപ്പ്, അവിടെ കഴിഞ്ഞു. അയച്ചിട്ട് പിന്നെ അതിന്റെ കൂടെ അത് കഴിഞ്ഞിട്ട് കൊടുക്കരുത്. എന്നിട്ട് അടുത്ത സെന്റൻസ് ആയിട്ട് കൊടുക്കുക, ദിസ് ഇസ് ദ ഓൺലി വേ, അല്ലെങ്കിൽ ദാറ്റ് ഇസ് ദ ഓൺലി വേ to get back to your family. Get back to your family. Get back to your family അല്ല, to get back to your family. അവരോട് കണക്റ്റഡ് ആവാൻ. To get back to your family. You should leash out the usage of drugs full stop. This is the only way, അല്ലെങ്കിൽ that is the only way എന്ന് കൊടുത്തു. ഒന്നും കുഴപ്പമില്ല. Whatever happens, we should go on in life. There are better days ahead. Yes, Vinay, great. I regularly sleep on duty, but they don't consider me as white elephant. അഞ്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. Yes, rainy morning. Yes, rainy morning. But good morning, Lakshmi. I will be with you on this tipping point. That's great. He gets through from the tipping point of his life. That's great. Be positive and move on. Yes. Zelensky is going on to manage the tipping point of his nation that arose due to the war in Russia. That's great. His business is on track. Great. He cracked the whip out of her, which resulted him in being dumped by കഴിഞ്ഞിട്ട് ഷീ ഒരിക്കലും പറ്റില്ലടാ. ഡംപ്ഡ് ബൈ പ്രിപ്പോസിഷൻ അല്ലേ, ആലോചിച്ച് ഡൗട്ട് അടിക്കാൻ വേണ്ട ഷമാസെ. ബൈ സെ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ് കേസ് വരാൻ പറ്റുള്ളൂ. പ്രൊനൗണിന്റെ ഒബ്ജക്റ്റീവ് കേസ് ഒബ്ജക്റ്റീവ് വരാൻ പറ്റുള്ളൂ. പ്രൊനൗൺ ഒബ്ജക്റ്റീവ് കേസ് ഷീ കിട്ടിയ ബൈ ഹർ ആൻഡ് ഹർ ചിൽഡ്രൻ എന്നതിനോട് കേട്ടോ. She came out from his real character. Okay, our MLA is an apt example of a white elephant. All right. The company effortlessly strive to balance its stock markets in the tipping point of inflation. Great. My leave application got brownie points. All right. That's it. Brownie points ലോട്ട് നോക്കാം നമുക്കിനി. എന്താണ് ബ്രൗണി പോയിന്റ്സ്? ബ്രൗണി പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു ഇൻഫോർമൽ യൂസേജ് ആണ് കേട്ടോ. അപ്പോൾ ബ്രൗണി പോയിന്റ്സ് പറഞ്ഞ ഇതാണ്, അപ്രൂവൽ ഫ്രം ബോസ് ടീച്ചർ. നമ്മള് ബ്രൗണി പോയിന്റ്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനകത്ത് വെച്ചാൽ നമ്മള് ഒരു ഇതാണ് കേട്ടോ, ഇതൊരു ഇമാജിനറി, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ നമ്മള് ആരുടെയോ അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ അപ്രൂവൽ ഇസ് ലൈക്ക് എൻ ഇമാജിനറി തിങ്. നമ്മള് എന്താ പറയാ, ആരിൽ നിന്നെങ്കിലും ഉള്ള, പക്ഷെ ഒരു ഫേക്ക് സാധനം, അതൊരു ഫേക്ക് ആയിട്ടുള്ള സാധനമാണ് ഈ അപ്രൂവൽ പറയാം. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നില്ലേ, ബ്രൗണി പോയിന്റ്സിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. മീൻസ് അതില്ലെന്ന് നമുക്ക് ഒരു പ്രശ്നമില്ല, ബട്ട് നമ്മളൊരു ഇതുണ്ടല്ലോ, നമുക്കൊരു ഇന്നയാളുടെ അപ്രൂവൽ അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയില്ല. ദാറ്റ് ഇസ് ദാറ്റ് ബ്രൗണി പോയിന്റ്സ്. അതിനെയാണ് ബ്രൗണി പോയിന്റ്സ് എന്ന് വിളിക്കുക കേട്ടോ. ഓർത്താൽ മതി. അപ്രൂവൽ ഫ്രം ടീച്ചർ ഓർ ബോസ്, അതിനെയാണ് ബ്രൗണി പോയിന്റ്സ് നമ്മൾ പറയാം. വളരെ പ്യോർലി ഇൻഫോർമൽ ആയിട്ടുള്ള യൂസേജ് ആണ് കേട്ടോ. നമ്മളിവിടെ ഉപയോഗിക്കാറേ ഇല്ലാത്തൊരു ഇഡിയം അത്. അടുത്ത ക്രാക്ക് ദ വെപ്പ്, അത് ഒരു ഇഡിയം തന്നെയാണ്. ക്രാക്ക് ദ വെപ്പ്. ക്രാക്ക് ദ വെപ്പ് എന്ന് പറഞ്ഞതാണ് ആക്ട് വിത്ത് അതോറിറ്റി ടു മേക്ക് സംബഡി വർക്ക് ഹാർഡ്. അപ്പം യു ഷുഡ് ക്രാക്ക് ദ വെപ്പ്, അതോറിറ്റി ഷുഡ് ക്രാക്ക് ദ വെപ്പ് എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നല്ല സീരിയസ് ആയിട്ടിരിക്കണം. ദേ ഹാവ് ടു ബി സ്ട്രോങ് ആൻഡ് മേക്ക് സംബഡി വർക്ക് ഹാർഡർ. ഇങ്ങനെ പോയാൽ പോരെ, കുറച്ചുകൂടെ എന്താണ്, കുറച്ചുകൂടെ ഉഷാറാവട്ടെ, അതിനുവേണ്ടി കുറച്ചുകൂടെ ജിൽജിലാവണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ സീരിയസ് ആവണം എന്നർത്ഥമാണ് നമ്മൾ ക്രാക്ക് ദ വിപ്പ് എന്ന യൂസേജ്. അപ്പൊ ഓർത്തിച്ചോളൂ കേട്ടോ, ക്രാക്ക് ദ വിപ്പ് എന്ന യൂസേജ് മറന്നുകൊണ്ട. ആക്ട് വിത്ത് അതോറിറ്റി ടു മേക്ക് സംബഡി വർക്ക് ഹാർഡർ. പിന്നെ കുറച്ചധികം ഫ്രേസൽ വെർബ്സ് ഉണ്ടല്ലേ, നോട്ട് ചെയ്തോണം കേട്ടോ അതൊക്കെ.
Hello, Mithun. It is difficult to brownie points. It is difficult to brownie points. Brownie points is not a verb. It's an idiom. അതൊരു noun ആണ് കേട്ടോ. Brownie points കേട്ടോ. Noun ആണ്. അപ്പോൾ അവിടെ verb ആയിട്ട് ഉപയോഗിക്കരുത് കേട്ടോ. It is difficult to get brownie points. അവിടെ verb കൊടുത്തേ ഷൈനി. It is difficult to attain. It is difficult to get brownie points from teacher for submitting records. The construction of road is on track. Right. Brownie points are eagerly waited by your that. Awaited by the students to flee എന്ന് കൊടുത്തോ. Brownie points are eagerly awaited എന്ന് കൊടുക്കുക. Okay, we need all hands on deck to overcome this tipping point. Great. When do the VFA and BEFCO exam results come out? അത് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. മോളെ ചോദിച്ചതാണോ അതോ സെന്റൻസ് ആയിട്ട് വന്നാണോ? രണ്ടും കറക്റ്റ് ആട്ടോ, അത് വേറെ കാര്യം. Yes, my manager told me to leash out my sleeping on duty. That's great. Tipping point of every situation is the test for everyone. That's great. എന്നാലും അഞ്ജുനോട് മാന്യമായിട്ട് ചോദിച്ചല്ലോ അല്ലെന്ന് കുറക്കണേ എന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പറയുമ്പോൾ തന്നെ ഒരു രസം. It is important to keep an eye on the market trends before you invest in a business project. That's great. അപ്പൊ ഇൻവെസ്റ്റ് ഇൻ എ ബിസിനസ് പ്രോജക്റ്റിന് അല്ല, നമ്മൾ ഓൺ എ പ്രോജക്ട് ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓൺ എ ബിസിനസ് പ്രോജക്ട്, അതാണ് കറക്റ്റ് കേട്ടോ യൂസേജ് ലക്ഷ്മി. ഡെസ്പൈറ്റ് ദ സ്ട്രഗിൾ ഇൻവോൾവ് ഇൻ invest in something, project മേൽ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ പറയാം കേട്ടോ, അങ്ങനെ കൊടുക്കാം. Despite the struggle involved in grappling with the tipping point, the team leader cracked the whip to enforce an efficient profitability. That's great. She's waiting for the brownie points to start the work. That's great. I don't need your brownie points to excel in this field. That's great sentence. Great work. അപ്പോൾ മറക്കണ്ട കേട്ടോ, ഇന്ന് നമ്മൾ കുറച്ച് അധികം എന്ത് പഠിച്ചു, നമ്മുടെ എന്താ പറയുക ഫ്രേസൽ വേർബ്സ് ഒക്കെ ഉണ്ട്. ഇന്ന് അതൊന്ന് നോട്ട് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കി ട്രാൻസ്ലേറ്റ് പഠിച്ചാൽ കിട്ടുമോ? അത് മാത്രം നോക്കിയാൽ കാര്യമില്ല. ട്രാൻസ്ലേറ്ററിന്റെ പ്രാക്ടീസ് ഏറ്റവും കൂടുതൽ വേണ്ട, പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. അപ്പൊ അതിനുവേണ്ടി പരമാവധി എന്താ പറയാ മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ടേ കാര്യമുള്ളൂ കേട്ടോ. അല്ല അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നമ്മളിപ്പോ ഉള്ള വീഡിയോ കോഴ്സ് എടുത്താൽ കംപ്ലീറ്റ് കിട്ടും കേട്ടോ. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത്. ആ ബുക്കിൽ, ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഈ ബുക്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ പ്രാക്ടീസ് എല്ലാം ഉണ്ട്, പ്രാക്ടീസ് സെഷൻസ് ഒക്കെ ഉണ്ട്. കോഴ്സിലും ഉണ്ട്. കോഴ്സിലാകുമ്പോൾ വീഡിയോ ക്ലാസ്സുകളിലൂടെ കിട്ടും. റെക്കോർഡ് ആണെന്ന് മാത്രം, നമ്മൾ നടത്തിയ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ, ആ ക്ലാസ് കിട്ടും. അതുകൂടാതെ അതിന്റെ കൂടെയുള്ള പ്രാക്ടീസ് സെഷൻസും കിട്ടും. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ബുക്ക് ആണെങ്കിൽ അതിന്റെ പ്രാക്ടീസ് സെഷൻസ് മാത്രമല്ല, വീഡിയോ കോഴ്സ് അല്ലല്ലോ, അത് മാത്രമേ ഉള്ളൂ. രണ്ടെടുത്താലും കുഴപ്പമില്ല, എങ്ങനെയാണോ ഹാലയ്ക്ക് യൂസ്ഫുൾ ആവുന്നത് അതുപോലെ എടുക്കാം. ഓക്കെ, കോഡ് മാത്രം അപ്ലൈ ചെയ്താൽ മതി, അപ്പൊ ഡിസ്കൗണ്ടോടെ കിട്ടും, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്തായാലും പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്ത് നോക്കി അത്യാവശ്യം ഒരു രീതിയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ യു ക്യാൻ ഗോ ഓൺ വിത്ത് പ്രാക്ടീസ്, എന്നാൽ ഓക്കെ ആണ് കേട്ടോ, അതിൽ പേടിക്കണ്ട. He needed a job because he's in a tipping stage. Great. The government should crack the whip on the offers to report vacancies primarily. Great. That's great. Every aspirant crack the whip for preparing upcoming exams. That's great. Come out. അല്ലല്ല, എമേർജിയെ കൂടി ചേർക്കാന്നല്ലോ. അല്ലല്ല, എമേർജി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒറിജിനേറ്റ് ചെയ്യുക, ഒരു സ്ഥലത്തിലേക്ക് വരിക, പുറത്തോട്ട് വരിക, അതല്ല എമേർജ് ചെയ്യുക എന്ന് പറയില്ലേ. ഹി എമേർജ്ഡ് ആസ് ദിസ് ഡിനാസ്റ്റി എമേർജ്ഡ് ആസ് എ സൂപ്പർ പവർ എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ നമ്മൾ ഓരോ ഡിനാസ്റ്റി ഒക്കെ വന്ന സമയത്ത് നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നില്ലേ, ഇന്ന ഡൈനാസ്റ്റി ആദ്യം വന്നപ്പോൾ ആരും വലിയ ഇതാന്ന് വിചാരിച്ചത്, പക്ഷെ ആ ഡൈനാസ്റ്റി ഭയങ്കര ഇന്നൊരു സൂപ്പർ പവർ ആയിട്ട് എമേർജ് ചെയ്തു, പുറത്തോട്ട് വന്നു എന്ന് പറയില്ലേ, അതാണ് കം ഔട്ടിന്റെ അർത്ഥം. എമേർജിന്റെ അർത്ഥം അത് തന്നെയാണ് കേട്ടോ. ഹല Kerail is at tipping point. Yes. Sentence ആണ് ഹവ. And that's great. The student who got brownie points is the hero in class. Great. Please leash out the dog. I'm afraid of them. Of them അല്ല of it. കാര്യം വെച്ചാൽ leash out the dog. Afraid of them എന്ന് പിന്നെ അത് പറയില്ല. എങ്ങനെ കൊടുക്കാം? അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, I'm afraid of dogs എന്ന് കൊടുക്കും. അല്ലെങ്കിൽ കൊടുക്കണം I'm afraid of it കൊടുക്കാം. കാരണം നമ്മൾ ഡോഗിനെ പറ്റി പറഞ്ഞിട്ട് പിന്നെ അതിനെ പരാമർശിക്കുമ്പോൾ പ്ലൂറൽ കൊടുക്കരുത് കേട്ടോ സുമി. അപ്പൊ സെന്റൻസിന് തെറ്റാവും, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് കാര്യം നമുക്ക് മനസ്സിലാവും, ബട്ട് സെന്റൻസിൽ യു നീഡ് ടു ലീഷ് ഔട്ട് ദ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ കോമ്പറ്റീവ് എക്സാംസ്. യെസ്, അത് സത്യം. SSC GD ടെസ്റ്റ് സീരീസ് വേഴ്സസ് ചെയ്ത് അതിൽ ഒരെണ്ണം മാത്രമേ കാണുന്നുള്ളൂ SSG കോൺസ്റ്റബിൾ എന്ന്. അതെ അത് തന്നെയാണ്, അതാണ് GD ആണ് ആക്ച്വലി, അത് തന്നെ കോൺസ്റ്റബിൾ തന്നെ GD കേട്ടോ ആണ്. Many agents set forth to leash out the wave of COVID-19 pandemic. Yes, great sentence. ക്രാക്ക് ദ വിപ്പ് എന്ന് പറയാം. ക്രാക്ക് ദ വിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമ്മൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവണമല്ല, നമ്മൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് കുറച്ചുകൂടെ പവർ ഉപയോഗിച്ചിട്ട് ഒരാളെ കൊണ്ട് നല്ല ഹാർഡായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഇങ്ങനൊന്നും പോയാൽ പോരാ, നല്ല ഉഷാറായിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ബീങ് എ ബോസ് ഓർ ബീങ് എ ലിറ്റിൽ മോർ സ്ട്രിക്റ്റ് ബോസ്, അതിനെ നമുക്ക് പറയാം ക്രാക്ക് ദ വിപ്പ് എന്ന് പറയാം. അതാണ് കേട്ടോ. ഇപ്പൊ ഏറെക്കുറെ മീനിങ്ങിന് വേണ്ടി ഞാൻ പറഞ്ഞാണേ.
Aishwarya, test series മാത്രമല്ലേ പറഞ്ഞേ, ടെസ്റ്റ് സീരീസ് GD കോൺസ്റ്റബിൾ തന്നെ കേട്ടോ. I hope I will come out successful in securing a government job soon. That's great. All right, that's great. Appo namukku povam. Markanda on track. Keep an eye on something or somebody. White elephant, leash out, go on, come out, tipping point, brownie points, crack the web. Appo innu namukku atyavasham കുറച്ച് അധികമുണ്ട്, ഓർത്തു വെച്ചോണം. ആൻഡ് നമ്മുടെ കോഴ്സുകൾ അറിയാലോ, നമുക്കിപ്പോൾ SSC CGL കഴിഞ്ഞു, കഴിഞ്ഞു എന്നല്ല, CGLന്റെ എക്സാം 13th അവസാനിക്കാണ്. നമുക്ക് CHSL അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു. അപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് 4th of Jan ആണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് തുടങ്ങിയ. ഇന്നലെ കാവ്യമിസ് അപ്ലിക്കേഷൻ എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. മറക്കാതെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ കയ്യിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. CHSL +2 ലെവൽ തസ്തികയുള്ള എക്സാം ആണ്. നിങ്ങൾക്ക് അറിയാലോ, ഇത്തവണ നോട്ടിഫിക്കേഷനിൽ 3 പോസ്റ്റിലോട്ട് ചുരുങ്ങി, പക്ഷെ വേക്കൻസി കൂട്ടും. 4500+ വേക്കൻസി ഉണ്ട്. പ്ലസ് നമുക്ക് DO ഓപ്ഷൻ ഉണ്ട്, JSA ഉണ്ട്, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, പിന്നെ അടുത്ത LDC. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. അതും സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഉപയോഗമാണ്. 2 tier ആയിട്ട് എക്സാം കുറഞ്ഞിട്ടുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഇത്തവണ ഇല്ല. അപ്പോൾ ഒരുപാട് ഉപയോഗങ്ങൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ കോഴ്സ് 2240 രൂപയ്ക്ക് അവൈലബിൾ ആണ്. കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് December 15. അപ്പൊ ഇത് നോക്കിയിരിക്കണ്ട, വേഗം അപ്ലൈ ചെയ്യാം. കോഴ്സ് എടുക്കാത്തൊരു കോഴ്സ് എടുക്കാം. നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചോണം. നമ്മൾ ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല. നമ്മൾ എക്സാം ഫെബ്രുവരി പ്രതീക്ഷിക്കുന്നുണ്ട്. ഫെബ്രുവരി മാർച്ചാണ് പറയുന്നത്. അപ്പൊ ഫെബ്രുവരി തന്നെ വരുമെന്ന് പ്രതീക്ഷയിൽ നമ്മൾ പഠിച്ചു പോകാം. താമസിക്കാതെ പഠിച്ചു പോകണം. എന്നാലേ നമുക്ക് ഉഷാറായിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തുടക്കം മുതലേ ഉഷാറായിട്ട് പോകണം. അതിനുള്ള ടെസ്റ്റ് സീരീസ് എല്ലാം ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. കോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന്, കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അപ്ലിക്കേഷനോട് എടുക്കുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യം. അപ്പോൾ ഇനി ആലോചിച്ചുകൊണ്ട് നിൽക്കണ്ട, കോഴ്സ് എടുക്കുക, പഠിക്കുക, അപ്ലൈ ചെയ്യുക, കാര്യങ്ങൾ ഉഷാറായിട്ട് നടക്കട്ടെ. അതുപോലെ തന്നെ കോഡ് അറിയാലോ, Y314, Y314 കോഡ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ DRDO അപ്ലൈ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിന് കൂടാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സിൽ കൂടെ, നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. DRDO BS മുതലാണ് നമ്മൾ പോകുന്നത്. DRDO 10th ലെവൽ എക്സാം ക്വാളിഫിക്കേഷൻ ആണ്. 10th ലെവൽ ആൻഡ് 12th ക്വാളിഫിക്കേഷൻ എക്സാംസ് ഉണ്ട്. അതുകൊണ്ട് ബേസിക് ആണ് എക്സാംസിന്റെ ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കുക. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് അപ്ലൈ ചെയ്തവർ അയ്യോ എഴുതണോ എന്ന് ഒരു മറിച്ചൊരു ചിന്ത വേണ്ട കേട്ടോ. കാരണം വെച്ചാൽ ഉറപ്പായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യണം കേട്ടോ. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ 2400 രൂപയ്ക്ക് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് പഠിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അവർക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ആരെങ്കിലും പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ലെറ്റ് ദം ലേൺ കേട്ടോ. കാര്യങ്ങൾ പഠിച്ച് ഉഷാറായിട്ട് ചെയ്താൽ ഇത്തവണ കിട്ടും. കാര്യം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വഴി വരുമ്പോൾ വെറുതെ കളയരുത്. ഓക്കെ, കോഡ് മറക്കണ്ട, Y314, Y314. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം നമ്മുടെ വേർഡ്സിലോട്ട് പോകാം. അപ്പൊ അതിനു മുമ്പ് വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ പിള്ളേരെ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്, ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഒക്കെ ഇടാം കേട്ടോ. ജാടൊന്നും കാണിക്കണ്ട. ബിഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിഡ് എന്ന് പറയുമ്പോൾ noun ആയിട്ട് verb ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബിഡ് എന്ന് പറഞ്ഞാൽ ടെൻഡർ അല്ലെങ്കിൽ പ്രൊപ്പോസൽ. നമ്മൾ ഒരു ഇത് പറയാം, നമ്മൾ ലേലം എന്നൊക്കെ പറയില്ലേ, അതിനാണ് നമ്മൾ പറയുന്നത് ബിഡ് എന്ന് പറയാം. അല്ലാതെ ഓഫർ, നമ്മൾ അറ്റംപ്റ്റ്, എഫേർട്ട് എന്നൊക്കെ കൂടെ ബിഡിന് പറയും. ഇങ്ങോട്ട് അറ്റംപ്റ്റ്, എഫേർട്ട് എന്നും കൂടെ ബിഡിന് നമ്മൾ പറയാറുണ്ട്. എഫേർട്ട്, അറ്റംപ്റ്റ്, പരിശ്രമം എന്നൊക്കെ ഉണ്ട് കേട്ടോ ബിഡ്. I'm in a bid to write an exam, to crack an exam. And I'm in an effort. I'm in an attempt to crack an exam. എന്ന് പറയും ബിഡ്. സെയിം സാധനമാണ് ബിഡിന്റെ മീനിങ് കേട്ടോ. 2 മീനിങ് ഉണ്ട് എന്നുള്ളത്. എന്നാൽ വെർബായിട്ട് വരുമ്പോൾ ഓഫർ ചെയ്യാം, അറ്റംപ്റ്റ് എടുക്കുക, മേക്ക് ആൻ എഫേർട്ട്, അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യാന്നൊക്കെ ബിഡ് എന്ന വാക്കിന് അർത്ഥമുണ്ട്. ഓർത്തണം, നൗൺ ആയിട്ടും വെർബായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. ഇന്ന് നമ്മൾ കാണുന്ന ബിഡ് എന്ന നൗൺ ആയിരിക്കും. അടുത്ത് ഗാർണർ. നിങ്ങൾ ഗാർണർ എന്ന വാക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. ഗാർണർ എന്ന ഗ്യാദർ ചെയ്യുക, കളക്ട് ചെയ്യുക, കൂട്ടിച്ചേർക്കുക, അക്യുമുലേറ്റ് ചെയ്യുക, അമാസ് ചെയ്യുക. ഗാർണർ ദ കറേജ്, gather the courage and go for it. Like garner the courage and go for it എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ എന്താ പറയില്ലേ, ധൈര്യമൊക്കെ കൂട്ടിച്ചേർത്ത് എടുത്തിട്ട് ധൈര്യമായിട്ട് പോയിട്ട് വാ എന്ന് പറയില്ലേ, അതാണ് ഈ പറഞ്ഞത് ഗാർണർ എന്ന വാക്ക്. ഗാർണർ എന്നാൽ കൂട്ടിച്ചേർക്കുക അല്ലെ, കളക്ട് ചെയ്യുക എന്ന് പറയും. അതിനാണ് ഗാർണർ എന്ന വാക്ക്. എക്സ്പ്ലോയിറ്റ് കേട്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ verb ആയിട്ട് വരുമ്പോൾ യൂട്ടിലൈസ്, മേക്ക് യൂസ് ഓഫ് എന്നാ പറയാം. എന്നാൽ എക്സ്പ്ലോയിറ്റ് എന്ന നൗണും ഉണ്ട് കേട്ടോ. എക്സ്പ്ലോയിറ്റ് എന്ന നൗണിന്റെ അർത്ഥം എന്താ? എക്സ്പ്ലോയിറ്റ്സ്, കൗണ്ടബിൾ നൗൺ ആണ് എക്സ്പ്ലോയിറ്റ്സ്. അർത്ഥം എന്നാ? ഫീറ്റ്, അച്ചീവ്മെന്റ്, അഡ്വഞ്ചർ എന്നൊക്കെ നമുക്ക് പറയാം. എക്സ്പ്ലോയിറ്റ്സ് ഇന്ന് കാണും എക്സ്പ്ലോയിറ്റ്സ് എന്ന്. അപ്പൊ നിങ്ങൾ ഓർക്കും എന്താണ് ഈ എക്സ്പ്ലോയിറ്റ്സ്? നശിപ്പിക്കുക എന്നുള്ളതാണോ, യൂട്ടിലൈസ് ചെയ്യുന്നതാണോ? അല്ല. എക്സ്പ്ലോയിറ്റ്സ് എന്ന നൗണിന്റെ അർത്ഥം ഫീറ്റ്, അല്ലെങ്കിൽ FEAT ഫീറ്റ് ആണ്. നോക്കണേ, FEET ഫീറ്റ്, കാലുകളല്ല. FEAT ഫീറ്റ്. ഫീറ്റ് എന്ന് പറഞ്ഞാൽ അച്ചീവ്മെന്റ്, സക്സസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ അഡ്വഞ്ചർ, അതിനൊക്കെയാണ് എക്സ്പ്ലോയിറ്റ്സ് എന്ന വാക്കിന്റെ അർത്ഥം. ഒന്ന് ഓർത്ത് വെച്ചോളെ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, യാ. Yes, 1857 revolt came out at Meerut on May 10th. That's great. My leave application need brownie points. Need alla Jayeshe, namukku endu kodukkanam? My leave application
needs എന്ന് കൊടുക്കുക. കാരണം ലീവ് അപ്ലിക്കേഷൻ സിംഗുലർ അല്ലേടാ, അപ്പൊ verb സിംഗുലർ കൊടുത്തേ, s ഇട്ട് കൊടുത്തേ, needs brownie points. DRDO ക്ലാസ് പെട്ടെന്ന് തരണേ, പെട്ടെന്ന് തരണേന്നോ. DRDO ക്ലാസ് സ്റ്റാർട്ട് ചെയ്തല്ലോ, DRDO ക്ലാസ് സ്റ്റാർട്ട്, ആക്ച്വലി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ, DRDOയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ പെട്ടെന്ന് തരണേന്ന് ചോദിച്ചു ഉണ്ട് ക്ലാസ്. ഓക്കെ, CHSL ഞാൻ അപ്ലൈ ചെയ്തു +2ന് ക്ലാസ് എഴുതാൻ അല്ലേ, എനിക്ക് MTS എഴുതാമല്ലേ, എഴുതാം മനു എഴുതാം. CHSL നിനക്ക് എഴുതാം, MTS നിനക്ക് എഴുതാം. MTS 10th ലെവൽ അല്ലേ, എഴുതാടാ, മൾട്ടി ടാസ്കിംഗ് അല്ലേ, ഞാൻ പറ്റും. ഓവറോൾ ഈസി ആയിരുന്നു. എക്സാം അല്ലേ, ഓവറോൾ ഈസി ആയിരുന്നു. കൊള്ളാം. ഓക്കെ, ക്രാക്ക് ദ വിപ്പ് മീൻസ് മലയാളത്തിലോ, ക്രാക്ക് ദ വിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ. ഹല നമ്മൾ പറയേ, എന്താ പറയാ, കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവാണ് നമ്മളൊരു കാര്യത്തിൽ, കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവാണ്. എന്നിട്ട് സ്ട്രിക്റ്റ് ആവും, അത്രേ ഉള്ളൂ കാര്യം. മലയാളത്തിൽ പറയുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ എന്താ പറയാ, നമ്മൾ കുറച്ചുകൂടെ എന്താ പറയാ, ഒരു കാര്യത്തിൽ സ്ട്രിക്റ്റ് ആവുക എന്നുള്ള രീതിയിലുള്ളൂ അതിന്റെ മീനിങ്. Okay, the bid is not profitable. That's great. She bid a tea for me. That's great. She offered a tea for me. That's great. Translator-ന്റെ എവിടുന്ന് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കിട്ടുക? ബുക്ക് നല്ലത് ക്ലാസ് ആണ്, ബുക്കാണോ ക്ലാസ് ആണോ നല്ലത്? കോൺസെപ്റ്റിനെ കുറിച്ച് കുറച്ചൊരു കുറവ് അറിയില്ലെങ്കിൽ ക്ലാസ്സുകൾ എടുത്തോളൂ. കോൺസെപ്റ്റ് അത്യാവശ്യം അറിയില്ലെങ്കിൽ ക്ലാസ് കൂടെ എടുത്തോളൂ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്താ പറയാ, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ടെസ്റ്റ് സീരീസും പ്രാക്ടീസ് സെഷനും മാത്രമായിട്ട് പോയാൽ മതി കേട്ടോ. അറിയില്ല. അങ്ങനെ DRDOയുടെ ക്ലാസ്സുകൾ DRDOയുടെ ഒരുപാട് ക്ലാസ്സുകൾ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇതൊന്നും എടുത്തു, അങ്ങനെ പ്ലേലിസ്റ്റ് ഒന്നും എടുത്തോണ്ട് ഐശ്വര്യ, പ്ലേലിസ്റ്റ് കിടക്കും. DRDOയുടെ ഒരുപാട് PYQ സെഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. DRDOയുടെ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കി, ഇനിയും തരുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ തരാം കേട്ടോ, അതിൽ പേടിക്കൊന്നും വേണ്ട. ഗംഗ എമേർജ് എന്ന് പറയോ? ഗംഗ എമേർജ് എന്ന് പറയാം, ഒരു പ്രശ്നമില്ല. ഗംഗ എമേർജസ് എന്ന് പറയണം, എമേർജസ് എന്ന് പറയണം. ഗംഗ സിംഗുലർ അല്ലേ, അപ്പൊ എമേർജസ് എന്ന് പറയണം. പ്രസന്റ് ടെൻസ് വരണമെങ്കിൽ പറയാം കേട്ടോ, ഒരു പ്രശ്നമില്ല. Do you gather the details about the case? That's great sentence. A bit from the PWD stating the initiation of concealed pavement construction in B block is awaiting further approval. Great. Come out in there. Originate in the reveal in the undale ഉണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. The surfeit income upticked പറയില്ലടാ, uptick എന്ന് പറയുന്ന noun ആണ്, it's not a verb. uptick verb അല്ല കേട്ടോ. നീ അവിടെ റൈസ് എന്ന് തന്നെ കൊടുത്തു അല്ലെ, റോസ് ചെയ്തു എന്നുള്ള രീതിയിൽ കൊടുത്തു, കൂടി എന്നുള്ള അർത്ഥം കൊടുത്തു, ഹൈക്കായി എന്നൊക്കെ കൊടുത്തു ക്ഷമാസ. പക്ഷെ അപ്റ്റിക്ഡ് പറയില്ല, അപ്റ്റിക് നൗൺ ആണ് കേട്ടോ. സ്ലൈറ്റ് ഇൻക്രീസ് എന്നർത്ഥം കേട്ടോ. ഇങ്ങനെ പറയാം, the surfeit income has an uptick in his standard of living എന്ന് വേണമെങ്കിൽ കൊടുത്തു, എന്നാ കുഴപ്പമില്ല. Every student should garner food coupons before 11 AM. That's great. She garnered a good team for the project. Great. He garnered fund for the program, but it was not exploited in a good way. That's great. അതാ ഞാൻ പറഞ്ഞ ക്രാക്ക് ദ വിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവുക, ഒരു കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവരെ കൊണ്ട് കുറച്ചുകൂടെ ഹാർഡായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക എന്നർത്ഥം. മനസ്സിലായോ? ദാറ്റ്സ് ഓൾ. അടുത്തത് ഞാൻ പറഞ്ഞു ബിക്വെത്ത്, എക്സ്പ്ലോയിറ്റ് പറഞ്ഞു അല്ലെ. ബിക്വെത്ത് നോക്കാം. ബിക്വെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാള് അവരുടെ വില്ല്, അയാളുടെ പൊസിഷൻ അല്ലെങ്കിൽ അയാളുടെ കാര്യം മറ്റൊരാളിലോട്ട് കൊടുക്കണം. ലീവ് ഇൻ വൺസ് വിൽ, അല്ലെങ്കിൽ പാസ് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഹാൻഡ് ഓൺ ചെയ്യാം. ട്രാൻസ്ഫർ തിങ്സ്, എന്തെങ്കിലും ഒരു കാര്യം പൊസഷൻസ് ഒക്കെ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന് അതിന്റെ ഹാൻഡ് ഓൺ ചെയ്യാൻ പറയാം. പാസ് ഓൺ സെയിം മീനിങ് ആണ് ലീവ് ഇൻ വൺസ് വിൽ, അതിനെ ബിക്വെത്ത് ചെയ്യാൻ പറയാം. ബിക്വെത്ത്, പാസ് ഓൺ ചെയ്യാം, ബിക്വെത്ത്. ഓക്കെ, ഓർത്തോണം, വേർബ് ആണ്, ഓർത്ത് വെച്ചോളാം. അടുത്ത സർഫീറ്റ്. സർഫീറ്റ് ഒരു നൗൺ ആണ്, വേർബ് ആയിട്ട് ഉപയോഗിക്കും. സർഫീറ്റ് എന്ന് പറഞ്ഞാൽ എക്സസ്, ഒരു കാര്യത്തിന്റെ അതിപ്രസരം, എക്സസ് അല്ലെങ്കിൽ സർപ്ലസ്, അബണ്ടൻസ് എന്നൊക്കെ നൗൺ പറയും. അപ്പൊ സർഫീറ്റ് ചെയ്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സാറ്റിയേറ്റഡ്, നമ്മളെന്ത് ഗ്രാറ്റിഫൈ ചെയ്യിപ്പിച്ചു അല്ലെ, സന്തോഷമായി, സംതൃപ്തിയായി, സാറ്റിയേറ്റ് ചെയ്യിപ്പിക്കുക അല്ലെ, ദാറ്റ് ഇസ് സർഫീറ്റഡ്. വേർബ് ആയിട്ട് ഉപയോഗിക്കണം. സർഫീറ്റ് എന്ന വേർബ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നൗണിന്റെ അർത്ഥം എക്സസ്, സർപ്ലസ്, അബണ്ടൻസ് എന്നൊക്കെ നമ്മൾ പറയും. ഒരു കാര്യത്തിന് അതിപ്രസരം, അധികം, അതിനാണ് കേട്ടോ. മൈ ഫ്രണ്ട് ബിഡ് മീ ലഞ്ച് ആഫ്റ്റർ എ വൈൽ. ദാറ്റ്സ് ഗ്രേറ്റ്. ഹായ് ഷമിന, ഹായ്. The spearhead garnered great skills to come up with the idea of digitalization in infrastructure management. That's great. His exploit was fair and square. Great, his achievement. Great. Exploit the live sessions to keep your exam preparation on track. That's great. Live sessions use ചെയ്യാം, you can achieve. That's it. അപ്പൊ നമുക്ക് പോവാം, അടുത്ത സെറ്റിലോട്ട് പോകാം. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോകാം. നോക്കിയേ, ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ്. ബിഡ്, ഗാർണർ, എക്സ്പ്ലോയിറ്റ്, ബിക്വെത്ത് ആൻഡ് സർഫീറ്റ്. അടുത്ത സെറ്റിലോട്ട് പോകും. സെൻഷ്വർ. കേട്ട് പരിചയം ഉണ്ടാക്കിയ സെൻഷ്വർ എക്സാമിന് ചോദിക്കാറുണ്ട്. നമ്മൾ സെൻഷ്വർ എന്ന വാക്ക് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ സെൻഷ്വർ പറയുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു വാക്കാം, മറന്നു പോകാതിരിക്കും. സെൻസറും സെൻഷ്വറും എന്താണ് പറയാ, കൺഫ്യൂസിങ് വേർഡ്സിൽ പെടുന്ന. ഈ സെൻസർ നിങ്ങൾക്ക് അറിയാം, സെൻസർ ചെയ്യുക, വേർബ് സെൻസർ ചെയ്യുക. എന്താ സെൻസർ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്യുക എന്നർത്ഥം. സെൻസർ എന്ന് പറഞ്ഞാൽ
എന്താ നമ്മുടെ ഇവര് പറയില്ലേ, നമ്മുടെ സെൻസർ ബോർഡ് ഡിലീറ്റ് ചെയ്യല്ലേ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്, അതിനാണ് സെൻസർ ചെയ്യുക. പക്ഷെ സെൻഷർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? ഈ സെൻഷറിന് നൗൺ ഉണ്ട് വെർബും ഉണ്ട്. അപ്പൊ നൗൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിസപ്രൂവൽ, ക്രിറ്റിസിസം. അപ്പൊ വേർബ് ആയിട്ട് വരുവാണെങ്കിലോ കണ്ടം ചെയ്യാം, ക്രിട്ടിസൈസ് ചെയ്യാം. സെയിം സാധനത്തിന് സെയിം മീനിങ് തന്നെ. വേർബ് ആയിട്ട് ഉപയോഗിക്കുന്നു, നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. സെൻഷർ ചെയ്യുക, കണ്ടം ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക, ഡിസപ്രൂവ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ല, അതിനാണ് സെൻഷർ. പക്ഷേ സെൻസർ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്യുക. മറക്കല്ലേ, സെൻസർ ചെയ്യുന്ന ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്യുക എന്നുള്ളതാണെന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴും നിങ്ങൾ ഓർത്തോണം. There was a sufficient amount of food left even after the party. That's great sentence, Amla. There is a bid to extend Kochi Metro towards Kakinad. Yes, there is an offer. Government cracked the whip on health workers in pandemic phase. That's great. DRDO ചിട്ട പോലെ PYQ dual session ചെയ്യാവോ CHSL ന്? DI ചെയ്ത പോലെ ഉണ്ട് ഷമീന, ഉണ്ട്. Trim cut. Yes, ഷമാസെ. യെസ് ഷമീന, ഇന്നുണ്ട്. ഇന്ന് വൈകിട്ട് ഞാൻ കൃത്യമായിട്ട് പറയാം, ഇന്ന് വൈകിട്ട് 7:30 ഞാനും ഷെഫീഖ് സാറും GKയും ഇംഗ്ലീഷും PYQ ആയിട്ട് വരുന്നുണ്ട് CHSL ന്റെ കേട്ടോ. പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി DRDO ചെയ്ത പോലെ തന്നെ ഓരോ എക്സാംസിനും അതുപോലെ തന്നെ ചിട്ടയായിട്ട് നമ്മൾ കൃത്യമായിട്ട് PYQ സെഷൻസുമായിട്ട് വരാം. അപ്പൊ ഇന്നുണ്ട്, നാളെ ഉണ്ട്, മറ്റന്നാളൊക്കെ ഉണ്ട്. ഇനി ഉള്ള 3-4 ദിവസം നിങ്ങൾക്ക് കൃത്യമായിട്ട് PYQ കിട്ടിക്കൊണ്ടുവരാം. എങ്ങനെയാണ് CHSL ന്റെ ക്വസ്റ്റൻസ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇന്നൊരു PYQ മോക്ക് ടെസ്റ്റ് ഉണ്ട്, വൈകിട്ട് 7:30 മണിക്ക് കാണാം. ഓക്കെ, 7:30 മണിക്ക് എല്ലാവരും പറഞ്ഞേ, 7:30 മണിക്ക് കാണാം. ഓക്കെ, അപ്പൊ ഷമീന സെറ്റ്. I garnered all my courage in a bid to ask my boss for leave. That's great sentence. Never censure him without knowing the exact reason. That's great sentence. അടുത്തോട്ട് പോകാം. Inevitable. നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് inevitable എന്നല്ലേ. Inevitable ആണെന്ന് death is inevitable എന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാൽ unavoidable, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. That is certain, ഉറപ്പായിട്ട് നടക്കും. വണ്ടി വിളിച്ചാലും വരും എന്നൊക്കെ നമ്മൾ പറയില്ല. That is inevitable. That means inescapable. അവിടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, because it is already certain. അത് വളരെ certain, ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് inescapable, certain, inexorable, unavoidable എന്നൊക്കെ inevitable എന്ന adjectiveന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓർത്ത് വെച്ചോണം. അടുത്ത് maneuver. maneuver എന്ന വാക്ക് നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്. noun ആയിട്ട് verb ആയിട്ട് ഉപയോഗിക്കാം. maneuver എന്ന വാക്കിന്റെ അർത്ഥം noun ആണെങ്കിൽ operation അല്ലെങ്കിൽ exercise എന്ന് പറയും. your maneuver in getting the work done, things like that. അങ്ങനെ പറയാം maneuver എന്ന noun ആയിട്ട്. verb ആയിട്ട് പറയുകയാണെങ്കിൽ maneuver ചെയ്യുക എന്ന് പറഞ്ഞാൽ steer ചെയ്യുക, ഗൈഡ് ചെയ്യുക. വേറൊരു നെഗറ്റീവ് അർത്ഥം കൂടെ maneuverനുണ്ട്. പ്ലോട്ട് ചെയ്യുക, ഇൻട്രീഗ് ചെയ്യുക, സ്കീം ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. കൺസ്പയർ ചെയ്യുക, കൺസ്പയർ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതിന് maneuver എന്നൊരു അർത്ഥമുണ്ട് കേട്ടോ. maneuverന് 2 അർത്ഥമുണ്ട് verb ആയിട്ട് വരുമ്പോൾ പോലും. steer ചെയ്യുക, ഗൈഡ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, നല്ല രീതിയിൽ നയിക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലേ, മുന്നോട്ട് നയിക്കുക, അതാണ് steer ചെയ്യുക, ഗൈഡ് ചെയ്യുക പറയാം. അല്ലാതെ അതിന് വേറൊരു അർത്ഥം കൂടെയാണ് ഞാൻ പറഞ്ഞത്, പ്ലോട്ട് ചെയ്യുക, കൺസ്പയർ ചെയ്യുക എന്നൊക്കെ അർത്ഥം കൂടെ ഉണ്ട്. ഓക്കെ, അടുത്ത ഡിസിഡൻസ്. ഞാൻ ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഡിസിഡൻസ് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസിഡൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്അഗ്രിമെന്റ്, ഡിസെൻഡ്, ഡിസ്കോർഡ്, പ്രൊട്ടസ്റ്റ്, എതിർപ്പ് അല്ലെ, ഒരു കാര്യത്തിനോടുള്ള നമ്മുടെ എതിർപ്പ്, അതിനോടൊരു താല്പര്യമില്ലായ്മ, പ്രൊട്ടസ്റ്റ്, ഡിസിഡൻസ് പറയും. ഡിസ്കോർഡ് എതിർപ്പ്, ഡിസെൻഡ് എതിർപ്പ്, ഡിസ്അഗ്രിമെന്റ് എതിർപ്പ്, ഇതാണ് ഡിസിഡൻസ് എന്ന വാക്ക്. അടുത്ത ജോസിൽ, കേട്ട് പരിചയമുണ്ടായിരിക്കും. ജോസ്ൽ ചെയ്യുക, ജോസ്ൽ മീൻസ് ജോൾട്ട് ചെയ്യുക, ഞെട്ടുക അല്ലെ, അല്ലെങ്കിൽ പുഷ് ചെയ്യുക, ഹസിൽ ചെയ്യുക, സ്ട്രഗിൾ ചെയ്യുക എന്നൊക്കെ എടുത്തുണ്ട് ജോസ്ൽ. ജോസ്ലിംഗ് എന്നൊക്കെ പറഞ്ഞ ജനറൽ ഫോർമുലേഷൻ ഒക്കെ ഉണ്ട്. നമ്മൾ കാണും അത് എക്സാമിന് അല്ല, ഇന്നത്തെ സെന്റൻസിൽ നമ്മളിത് കാണും, നിങ്ങൾ ഓർത്താൽ മതി അത് കാണുമ്പോൾ. യെസ്, ഇവിടെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ അവിടെ മഴയല്ലേ? ഇവിടെ മഴയൊക്കെ തോർന്നായിരുന്നു, ഇപ്പൊ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. The surfeit food grains are being used as manure. Okay, മറ്റേ manure. Yes, that's great. The further processing of SIF's bid seems to be hazy following the censure from the apex court. That's great. My teacher censured me at everything. At everything അല്ലേ, on everything, എല്ലാ കാര്യത്തിനും മേലും, on everything, എല്ലാത്തിനും മേലും പുള്ളിക്കാരി ഇങ്ങനെ എന്നെ ക്രിട്ടിസൈസ് ചെയ്യണം, on everything കേട്ടോ. at everything പറയണ്ട കേട്ടോ. Okay. The censure obtained by many resulted in the reprisal. The censure obtained by many resulted in the reprisal. Okay, that's great sentence. His censure about the performance made her sad. That's great. Keep practicing is inevitable feature. Feature ne C venda to feature ne C venda actually to crack your destination. That's great. Nowadays, this censure session is inevitable in my daily routine. That is great sentence. That's great. Opposition is always trying to censure the ruling party. That is great. I conveyed my dissidence in the meeting. That's great sentence. The Supreme Court censured the Union government for showing unnecessary speed in appointment of election commissioners. Great. That's great. Shamina, always welcome. Death is inevitable. It is apparent that the maneuver is progressive on behalf of Hisham.
That's great. Bequeathing to God is often performed after leaving no stones unturned. Great, Shamas. Don't suppress voices of dissidents. Yes. Thanos reinforced the fact that he is inevitable. That's great. അപ്പോൾ മൂവിങ് ഓൺ അടുത്ത സെറ്റിലോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പോൾ മനസ്സിലായെങ്കിലും വേർഡ്സ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നെങ്കിൽ ഉറപ്പായിട്ട് ഒരു ലൈക്ക് ഇട്ട പകുതി പേര് പോലെ ലൈക്ക് ഇടുന്നത്. ഇങ്ങനെയാണോ പിള്ളേരെ? ജാടെയാണ് പിള്ളേരെ. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. അപ്പൊ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഉടനെ തന്നെ അത് ക്ലോസ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് ബാച്ചിന്റെ സ്റ്റാർട്ട് ഫൗണ്ടേഷൻ ബാച്ച് യൂണിവേഴ്സിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള BDOക്ക് വേണ്ടിയിട്ടുള്ള, അതുപോലെ നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറി, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി, ഇതിനെല്ലാം കൂടി വേണ്ടിയുള്ള ഡിഗ്രി കോഴ്സിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ബാച്ച് 5 മാസത്തെ ലോങ് ബാച്ച് ആണെന്ന് ഞാൻ പറഞ്ഞു. ടെസ്റ്റ് സീരീസും മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആയിട്ട് ഒരു ബാച്ചാണ്. ഇതിൽ 2400 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഈ കോഴ്സ് കിട്ടും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഡിസ്കൗണ്ട് കൂപ്പൺ കോഡ് ഇതാണ് Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ബാച്ചിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് ക്ലോസ് ചെയ്യ ഉടനെ തന്നെ. അതുപോലെ VFA ബെബ്കോ LDയുടെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 400 രൂപയ്ക്കുള്ളതിനാണ് കോഴ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കോഴ്സ് എടുക്കോ ഇല്ലയോ എന്ന രണ്ടാമത്തെ കാര്യം. പക്ഷെ നിങ്ങൾ പഠിച്ചു തുടങ്ങും. ഇപ്പൊ ഡിഗ്രി പ്രിലിംസിനാണെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങും. നിങ്ങളുടെ പഠനം കറക്റ്റ് ആയിട്ട് നടക്കട്ടെ. ബെബ്കോ LDന്റെ മെയിൻസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ VFA ഒക്കെ മെയിൻസിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പഠിച്ചു തുടങ്ങുക. പഠിക്കാത്തവർ പഠിച്ചു തുടങ്ങുക. സിസ്റ്റമാറ്റിക് ആയിട്ട് പോകും കേട്ടോ. കാര്യം എക്സാം റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് VFA പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുവാണെങ്കിൽ അപ്പോഴേക്കും നമ്മളെ കൊണ്ട് കൂട്ടില്ല, ഒരുപാടുണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് ഉഷാറായിട്ട് പഠനം ഒന്ന് സെറ്റ് ആക്കാനുള്ള ശ്രദ്ധിച്ചാൽ ഡെയിലി ബേസിസിൽ തന്നെ തുടങ്ങാം കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷ് ഒക്കെ ഒന്ന് ചെയ്തോളാം. നിങ്ങൾ പ്രിലിംസ് ഇല്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷ് മലയാളം ഒക്കെ ഇത്തവണ നിങ്ങൾ അതനുസരിച്ച് പഠിച്ചോണം. ഒന്ന് അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചോളൂ. PSC ബുള്ളറ്റിൻ ഒക്കെ റെഫർ ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉഷാറായിട്ട് പോട്ടെ. അപ്പൊ അടുത്തോട്ട് പോകാം. ആൻഡ് ദ ലാസ്റ്റ് സെറ്റ് ഇസ് ലസ്റ്റർ. കേട്ട് പറ്റും ലസ്റ്റർ എന്ന വാക്ക്. ലസ്റ്റർ എന്ന വാക്കിന് അർത്ഥം നൗൺ ആണ്. ഷീൻ, ഗ്ലോസ്, ഷൈൻ, ഗ്ലേസ്, ഗ്ലിമർ, ഷിമ്മർ എന്നൊക്കെ പറയും. ഒരു തിളക്കം, അതിനെയാണ് നമ്മൾ ലസ്റ്റർ എന്ന് പറയാം അല്ലെ. ലസ്റ്റർ ഒന്നോർത്ത് ചില. അടുത്ത ഇംപീച്ച് ചെയ്യുക. ഇംപീച്ച്മെന്റ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഇംപീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് ചെയ്യുക, അക്യൂസ് ചെയ്യുക, ഇൻഡിക്റ്റ് ചെയ്യുക, ഓർ ഇംപീച്ച് ചെയ്യുക, ചാലഞ്ച് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുക. അതാണ് ഇംപീച്ച്. ഇംപീച്ചിന്റെ പല അർത്ഥങ്ങളുണ്ട് നിങ്ങൾക്കറിയാം. ചലഞ്ച് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്യുക, അക്യൂസ് ചെയ്യുക, ചാർജ് ചെയ്യുക, ഇൻഡിക്റ്റ് ചെയ്യുക. അപ്പൊ ഇംപീച്ച്മെന്റ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഒരു പൊസിഷനിൽ നിന്ന് ഇയാൾ ഇംപീച്ച് ചെയ്തു എന്നൊക്കെ കേട്ടില്ലേ? ആ ഇംപീച്ച്. അടുത്ത സാക്ക്. നൗണായിട്ടും വെർബായിട്ടും. സാക്ക് നമുക്ക് നമ്മുടെ ചാക്കില്ലേ, അതിനാണ് സാക്ക് എന്ന് പറയുന്നത്. ബാഗ്, പാക്ക്, പൗച്ച് എന്നൊക്കെ പറയും. അതാണ് സാക്ക് നൗൺ. പക്ഷെ വേർബ് ആയിട്ട് പറയുമ്പോൾ ഇൻഫോർമൽ വേ ഓഫ് സംതിങ് ആണ്. സാക്ക് ചെയ്തു, അവനെ സാക്ക് ചെയ്തു, അവനെ ഡിസ്മിസ് ചെയ്തു, ത്രോ ഔട്ട് ചെയ്തു, അല്ലെങ്കിൽ ഫയർ ചെയ്യുക. ഹി സാക്ഡ് മീ, മൈ ബോസ് സാക്ഡ് മീ. എന്ത് പറ്റി? ഐ എം സാക്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫയർ ചെയ്യപ്പെട്ടടാ, ഐ എം ഫയർഡ് എന്ന് പറയില്ലേ, അതാണ് സാക്ക്. ഇൻഫോർമൽ യൂസേജ് ഓർത്തോണം. അടുത്ത ഡിസോൾവ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്ബാൻഡ് ഡിസ്കസ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച. ഇന്നത്തെ ഡിസോൾവ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിസോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നറിയാം, നമ്മുടെ സൊല്യൂഷനിലോട്ട് നമ്മൾ ഇട്ടല്ലേ. അതല്ലാതെ ഡിസോൾവിന്റെ കൃത്യമായിട്ട് നമ്മളൊരു ഫോമലായിട്ട് പറയാൻ ഡിസോൾവ് ചെയ്യപ്പെട്ടു. എന്താ പറയുക, ദ പാർട്ടി ഈസ് ഡിസോൾവ്ഡ് ഇൻ ടു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. ഡിസ്ബാൻഡ് ചെയ്യപ്പെട്ടു, പിരിയുക, ബ്രേക്കപ്പ്, ഡിസ്പേഴ്സ്, ഡിമൊബിലൈസ്, അതാണ് ഡിസോൾവ് എന്ന വാക്കിന്റെ അർത്ഥം. ഡിസ്ബാൻഡ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസോൾവ് ഡിസ്കസ് ചെയ്യാണ് കേട്ടോ. ഓർത്തെ, ക്ലിയർ അല്ലേ? അത് ഓർത്തോണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെച്ചോളൂ കേട്ടോ. യെസ്. Okay, അടുത്ത് നോക്കാം. The maneuver brought by state government to eliminate the usage of drug is Yadav. That's great. Yodav, അല്ലേ? Yodav. Okay. He spelled out the reason behind his dissidence in the meeting itself. That's great. University assistant class ഉണ്ട്. ഷംനശ്രീ. യെസ്, ഷംനശ്രീ ക്ലാസ് ഉണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റിന്റെ ക്ലാസ് ആണ്. നമ്മൾ ഡിഗ്രി ഫൗണ്ടേഷന്റെ സെക്കൻഡ് ബാച്ച്. നമ്മുടെ ആപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ സ്റ്റേറ്റ് എക്സാംസിൽ കേരള എക്സാംസ് എടുക്കുക. അവിടെ കേരള PSCയിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ എക്സാം ഡിഗ്രി പ്രിലിംസ് ഫൗണ്ടേഷൻ ബാച്ച് 2 അതിൽ എടുത്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓഫർ കോഡ് ചോദിക്കുമ്പോൾ ഓഫർ കോഡിൽ നിങ്ങൾ കൂപ്പൺ കോഡായിട്ട് എന്റെ കോഡ് അടിച്ചു കൊടുത്താൽ മതി, Y314. എന്നിട്ട് ക്ലാസ് പോയി ചെയ്തോളൂ കേട്ടോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യാ. His dissidence in the conclave ended up in a transgression. എന്റെ കൗശിക്ക് നീ തുടങ്ങിയോ വീണ്ടും? എന്താണ് രാവിലെ വന്നിട്ട് കളിയാക്കിയതാണോ നീ എന്നെ, അതോ നീ എന്നെ നല്ല രീതിയിൽ പറഞ്ഞാണോ? നിന്റെ പറച്ചിൽ കേട്ടിട്ട് lodging in Burj Khalifa is considered vital when he has a job which earns him a scanty salary. All right, I'll sack you guys out of this college. ഓർമ്മയുണ്ടല്ലേ സിനിമയില്? I know. He was sacked out of the company. Great. Kalaban Mani jostled a lot in his childhood before maneuvering his acting career to a success. Great. Taj Mahal galvanized the visitors with its lustrous pillars of peace. Great. ലസ്റ്ററിന്റെ അഡ്ജക്റ്റീവ് ലസ്ട്രസ് ആണ്. യെസ്, ലസ്ട്രസ് ആണ് കേട്ടോ. ലസ്റ്റർ നൗൺ അല്ലേ, എന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. ഇപ്പം നിങ്ങൾ എഴുതാറില്ലേ ലസ്ട്രസ് സാധനം തന്നെ. ഇതാണ് അഡ്ജക്റ്റീവ്, തിളങ്ങുന്ന അല്ലെ, ലസ്ട്രസ്. ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു സന്തോഷം കൗശിക്കെ. ഹാപ്പി ടു സീ യു.
Rindu ma'am has a special luster in face on every morning that made me more energetic. Okay. അത് ഉറക്കത്തിന്റെ അത് ഉറക്കച്ചിടമായിരിക്കും രാവിലെ എണീറ്റ് വരുന്നത്. എന്നാൽ I'm so glad, Aishwarya. Oh, great. Ananda Bose is in peace as the president, the governor of West Bengal. That's great. Ah, hi Gurdas. Someone is always proud of his descent, but a clique is distant to it. That's great. Gurdas say good morning after a long time. കുറെ നാളായാലും ഇപ്പൊ കണ്ടിട്ട്. അപ്പൊ ഇതൊക്കെയാണ് പിള്ളേർ നമ്മുടെ വേർഡ്സ്. മറക്കണ്ട, നമ്മൾ ഇത്രയും വേർഡ്സ് വൊക്കാബുലറി ഇത്രേ ഉള്ളൂ. നമുക്ക് നേരെ ആർട്ടിക്കിളോട്ട് പോകാൻ. ആർട്ടിക്കിൾ ഇസ് എ ബ്യൂട്ടിഫുൾ ആർട്ടിക്കിൾ. അടിപൊളി ആർട്ടിക്കിൾ ആണ്, സ്പോർട്സ് റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. ആൻഡ് ഓൾവേസ് ഈ ആർട്ടിക്കിളിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത്തവണ നമ്മൾ PT ഉഷ നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഹെഡ് ആയിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ സംതിങ് ലാർജ് ഇസ് ഹാപ്പനിങ് അല്ലെ. നമുക്ക് അതിനെപ്പറ്റി വായിക്കാം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ട പിള്ളേരെ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് എവരിവൺ. എന്നിട്ട് നമുക്ക് പോവാം ആർട്ടിക്കിൾ ബാക്ക് ഓൺ ട്രാക്ക്. അപ്പൊ നമ്മുടെ ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ ഇതാണ്, ബാക്ക് ഓൺ ട്രാക്ക്. അപ്പൊ തിരിച്ച് ട്രാക്കിലോട്ട് വന്നു, തിരിച്ച് പ്രോഗ്രസിലോട്ട് വന്നു എന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? PT Usha can create a roadmap for India's bid for the Olympics in 2030s. 2030കളിൽ ഒളിമ്പിക്സിലോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഇന്ത്യക്ക് നല്ലൊരു റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ PT ഉഷയെ കൊണ്ട് സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ബിഡ് എന്ന് പറയുന്നതിനെ അറ്റംപ്റ്റ് എന്ന അർത്ഥത്തിലാണ് വരുന്നത്. എഫേർട്ട്, അറ്റംപ്റ്റ് എന്ന അർത്ഥത്തിലാണ് ബിഡ് പറയുന്നത്. ഇവിടെ പ്രപ്പോസലോ ടെൻഡറോ ഒന്നും അല്ല കൊടുത്തേക്കണേ അല്ലെ. ഇവിടെ ബിഡ് എന്ന് യൂസ് ചെയ്യേണ്ട പേര് അർത്ഥം എന്ന് പറഞ്ഞാൽ എഫേർട്ട് അല്ലെങ്കിൽ അറ്റംപ്റ്റ് എന്ന അർത്ഥത്തിലാണ് ബിഡ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ പറ്റി വന്ന് വായിച്ചു നോക്കാം അല്ലെ. യെസ്. അതിന്റെ ഇടയ്ക്ക് രണ്ടു സെന്റൻസ്. I can see a new luster on your face. What's the reason? അടിപൊളി സെന്റൻസ്. Resolving a business firm is inevitable when the balance sheet produce deficit in all quarters. Produce അല്ല, balance sheet produces. When the balance sheet produces. Subject അനുസരിച്ച് verb singular ആക്കിക്കേ ഷമാസെ. I am waiting for the brownie points for participating in FIFA. Oh, that's great. My success added luster to my mom's name. അപ്പസ്ട്രോഫി കൊടുത്ത് എം കഴിഞ്ഞിട്ട് മോം കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി എസ് കൊടുക്കണം കേട്ടോ. അപ്പൊ മോളെ he sacked out all his books. That's great. അങ്ങനെയാണെങ്കിൽ വായിച്ചുവിടാം അല്ലെ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചുവിടാം പിള്ളേരെ. This is amazing one. നോക്കാം. അപ്പം ബാക്ക് ഓൺ ട്രാക്ക് ആയി എന്ന് പറയുന്നത് അല്ലെ. Decades ago, when PT Usha traveled by Madras Mangalore Mail, her employers, the railways, permitted an unscheduled stop at her hometown Payoli in North Kerala. Such was the respect she garnered for her medal-winning exploits at the Asian level, while the collective heartbreak she bequeathed in narrowly missing a bronze in the 400-meter hurdles at the 1984 Los Angeles Olympics is remembered even today. After she retired from track and field, she evolved as a coach, groomed fresh talent, and keep an eye on the grassroots. അപ്പോൾ PT ഉഷയെ പറ്റി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം അല്ലെ. 10 വർഷങ്ങൾ, അങ്ങനെ വർഷങ്ങൾ കുറെ ഉണ്ടല്ലോ. ഡെക്കേഡുകൾക്ക് മുൻപ് PT ഉഷ ഒരു ദിവസം മദ്രാസ് മാംഗ്ലൂർ മെയിലിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്കറിയാം അല്ലെ, മദ്രാസ് മാംഗ്ലൂർ മെയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് PT ഉഷ. അപ്പൊ വരുന്ന വഴിക്ക് അവരുടെ എംപ്ലോയേഴ്സ്, അതായത് റെയിൽവേക്കാര്, ഒരു സ്റ്റോപ്പ് ഇല്ല, പയോളിയിൽ ഒരു സ്റ്റോപ്പ് ഇല്ല. പയോളി ഒരു ചെറിയ ജംഗ്ഷനാണ് നമ്മുടെ കണ്ണൂരുള്ള. കണ്ണൂർ പോട്ടെ, കോഴിക്കോട് പയോളി. അപ്പൊ അവിടെ സ്റ്റോപ്പ് ഇല്ല, പക്ഷെ പയോളിയിൽ സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ അത്രയും സ്റ്റോപ്പ് ചെയ്ത് PT ഉഷയ്ക്ക് വേണ്ടി കൊടുത്തു. അത്രയാണ് അവർക്ക് കിട്ടിയ റെസ്പെക്ട് എന്നാണ് ഓർക്കേണ്ടത്. അതാണ് PT ഉഷ എന്ന ആൾക്ക് കിട്ടിയ റെസ്പെക്ട് എന്ന് ഓർക്കുക. ബിക്കോസ് ഏഷ്യൻ ലെവലിൽ പോയിട്ട് എന്താണ് 400 മീറ്റർ 1984 ലോസ് ഏഞ്ചൽ ഒളിമ്പിക്സിൽ 1984 ലോസ് ഏഞ്ചൽ ഒളിമ്പിക്സിൽ 400 മീറ്ററിന്റെ ഹേർഡിൽസിൽ പോയപ്പോ തലനാരിഴയ്ക്ക് ബ്രോൺസ് മെഡൽ മിസ്സായ ആളാണ് നമ്മുടെ PT ഉഷ അല്ലെ. അത് കഴിഞ്ഞിട്ട് പയ്യെ പ്രായം റിട്ടയർ ഒക്കെ ആയി എന്ത് ചെയ്തു, ട്രാക്കിൽ നിന്ന് റിട്ടയർ ആയി. പക്ഷെ കോച്ചായിട്ട് ഇപ്പോഴും പോകുന്നുണ്ട് അല്ലെ. ബ്രോൺസ് മെഡൽ നഷ്ടമായ കാര്യമാണ് പറയുന്നത്. അതൊക്കെ ഓർത്ത് വെച്ചോ. ഇതാണ് നമ്മുടെ PT ഉഷ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എന്നിട്ട് കോച്ചായി വന്നു, റിട്ടയർമെന്റിന് ശേഷം കോച്ചായിട്ടിരിക്കുന്നു. ഇപ്പൊ നല്ല ചെറിയ ഗ്രൂംഡ് ഫ്രഷ് ടാലൻസിനെ ഗ്രൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതേ സമയത്ത് ഷീസ് റിയലി ക്ലോസ്ലി വാച്ചിങ് ഗ്രാസ് റൂട്ട്സ് ലെവൽ മുതൽ ബേസിക് ലെവൽ മുതൽ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കവേ her latest appointment as the president of IOA, Indian Olympics Association, comes with a surfeit of goodwill. Additionally, it bursts a patriarchy inherent in many sports hierarchies across India. She becomes the first woman president of the IOA, a post she was elected to unopposed. In a sense that IOA's hand was forced as factionalism drew censure from the International Olympics Committee and the whispers of a ban. A change of guard from the earlier well-entrenched lobby with political links was inevitable, and Usha was seen as the ideal candidate. Already as a nominated Rajya Sabha member, Usha's latest sporting elevation was seen as an outcome. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതാണ്,
ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള പറയുന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. നോക്കണം, IOAയുടെ പ്രസിഡന്റ് ആയിട്ട് നമ്മുടെ P.T. ഉഷയെ എലക്ട് ചെയ്തു. ഹെഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം, ഇറ്റ്സ് ഗോയിങ് ടു ബി ദ ഫസ്റ്റ് ടൈം. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചരിത്രത്തിൽ ഇടം നേടി അല്ലെ. കാര്യം അത് ഒരു എക്സസ് ഓഫ് ഗുഡ് വില്ലിന്റെ റെപ്യൂട്ടേഷൻ അല്ലെ, പേര്, നമുക്കൊരു പേര് തന്നെ എടുത്ത് പറയാൻ പറ്റും. P.T. ഉഷ എന്ന് പറഞ്ഞ പേര് നമുക്ക് മറക്കാൻ പറ്റില്ലാത്ത രീതിയിൽ ആയിട്ടുണ്ട്. കാര്യം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, പെട്രാർക്കൽ നോംസിനെ ഒക്കെ മാറ്റി തിരുത്തി കുറിച്ചുകൊണ്ട് ഇതുവരെ കിട്ടാതിരുന്ന ഒരു പെട്രാർക്കൽ നോംസിനെ ഒക്കെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള സ്പോർട്സ് ഹൈറാർക്കിനെയൊക്കെ തകർത്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പ്രസിഡന്റ് ആയിട്ട് ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ആയിട്ട് വന്നേക്കാണ് നമ്മുടെ P.T. ഉഷ. അതൊരു ചരിത്രം തന്നെയാണ് അല്ലെ. അതും അൺഒപ്പോസ്ഡ് ആയിട്ട് ഷി വാസ് സെലക്ടഡ്. മാത്രമല്ല ചില സമയത്ത് ചില ഫാക്ഷനിസം എന്ന് പറയുമ്പോൾ തന്നെ ഫാക്ഷൻസ് ആയിട്ട് ഇതല്ലേ നമ്മുടെ ഇതാണ് ചെറിയ ഗ്രൂപ്പുകളായിട്ടുള്ള എന്താ പറയുക ഡിഫറൻസിയേഷനാണ് ഫാക്ഷനിസം എന്ന് പറയാം. അപ്പൊ അവിടെ നിന്നൊക്കെ ചെറിയൊരു എന്താ പറയുക സെഞ്ചുറി ക്രിറ്റിസിസം ഒക്കെ വന്നിട്ടുണ്ട്. പലരും ക്രിറ്റിസിസം ഒക്കെ ആയിട്ട് വരുമ്പോൾ പോലും ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ നിന്ന് വരുമ്പോൾ പോലും ചിലയിടത്ത് അതിൽ നിന്നൊക്കെ ബാൻ, ദർ വർ വിസ്പേഴ്സ് ഓഫ് എ ബാൻ എന്നുള്ള രീതിയിലും വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പൊ നമുക്ക് വേണ്ടത് എന്താ? a change of guard. ഈ ചേഞ്ച് ഓഫ് ഗാർഡ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ ഒരു ഇതാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രാജകാലഘട്ടത്തിൽ പറയുന്നതാണ് ചേഞ്ച് ഓഫ് ഗാർഡ്. ഇപ്പൊ രാത്രിയിലൊക്കെ ഗാർഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരില്ലേ, അവര് രാത്രിയിൽ നിന്ന് മാറിക്കൊടുക്കണം, അടുത്ത ആള് വന്ന് മാറണം. ചേഞ്ച് ഓഫ് ഗാർഡ്. അപ്പൊ ഇത്ര നാളും ഇവരാണ് റെസ്പോൺസിബിലിറ്റി എടുത്ത് രാത്രി നമ്മുടെ കൊട്ടാരം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നോക്കുന്നത് ഇവരാണ്. എന്താ എല്ലാവരും ഉറങ്ങുമ്പോൾ ഇവരാണ് സംരക്ഷിക്കുന്നത്, ഗാർഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗാർഡ്സ് മാറിയിട്ട് രാവിലെ ആകുമ്പോൾ വേറെ ആൾക്കാർ, അടുത്ത ട്രിപ്പ് ആൾക്കാർ വരും, നമ്മളതല്ലേ. അതിനാണ് ഈ ചേഞ്ച് ഓഫ് ഗാർഡ് എന്ന് പറയാം കേട്ടോ. അതൊരു പ്രൊസീജിയർ ആണ് ചേഞ്ച് ഓഫ് ഗാർഡ്. അപ്പൊ ഒരു മാറ്റം ആവശ്യമുണ്ട്, റെസ്പോൺസിബിലിറ്റി വേറൊരാൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ പൊളിറ്റിക്കൽ ലിങ്ക്സിൽ നിന്നൊക്കെ മാറി, ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലിങ്ക് ഒക്കെ ഉള്ള ആൾക്കാരിൽ നിന്നൊക്കെ മാറി ഇനിയിപ്പോ കുറച്ച് മാറി ചിന്തിക്കുന്ന വേറൊരാളിലോട്ട് അല്ലെ അധികാരം കൊടുക്കണം. നമ്മൾ പറയാറുണ്ട് ചില സമയത്ത് പൊളിറ്റിക്സിൽ നമ്മൾ പറയുന്നത് ഈ മിനിസ്ട്രി മാറിയിട്ട് വേറെ കുറച്ച് നല്ല മിനിസ്റ്റർ വരട്ടെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാ? ഇവരിൽ നിന്നല്ല, നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇലക്ഷൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം കണ്ടോ, ഇവരിൽ നിന്ന് മാറട്ടെ, ലെറ്റസ് റിക്വയർ അല്ലെ, ലെറ്റസ് ഗെറ്റ് സം എന്താ പറയാ ഡിഫറൻസ് എന്നെപ്പോഴും നമ്മൾ വിചാരിക്കും. ഒരു കുറച്ച് ഡിഫറൻസിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ മാറ്റം നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതാണ്. അതിനാണ് ഇലക്ഷൻ ഒക്കെ നമ്മൾ 5 വർഷം ഇലക്ഷൻ ഒക്കെ നടത്തുന്നത് അല്ലെ. അതുപോലെ ചേഞ്ച് ഓഫ് ഗാർഡിനെ പറ്റി ഇവിടെ പറയുന്നു. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഐഡിയൽ കാൻഡിഡേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ കക്ഷി എന്ന് പറഞ്ഞാൽ P.T. ഉഷയാണ്. അതർ ദാൻ P.T. ഉഷ. അപ്പോൾ ഓൾറെഡി പുള്ളിക്കാരി നോമിനേറ്റഡ് ആണ്, ഒരു രാജ്യസഭാ മെമ്പർ ആയിട്ട് നോമിനേറ്റഡ് ആണ്. അപ്പോൾ P.T. ഉഷ എന്ന് പറയുന്ന ആളുടെ പേര് എന്ന് പറഞ്ഞ് പല രീതിയിൽ നമുക്ക് അറിയപ്പെടാം. അപ്പോൾ ഉഷാസ് ലേറ്റസ്റ്റ് സ്പോർട്ടിംഗ് എലിവേഷൻ എന്ന് പറയുന്ന വാസ് സീൻ ആസ് എൻ ഓർഗാനിക് പ്രോഗ്രസ്. അപ്പോൾ ഒരു ഓർഗാനിക് പ്രോഗ്രസ് ആയിട്ട് ഒരു നമ്മുടെ P.T. ഉഷയുടെ ഈ അടുത്ത ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അച്ചീവ്മെന്റിനെ കാണാൻ പറ്റും. Having handled many patterns while running for famous relays, Usha will find the latest one perhaps the toughest to maneuver. പക്ഷെ ഇത്ര കാലം ചെയ്യുന്ന ബാറ്റൻസ് ഒരുപാട് കൈമാറി കിട്ടിയിട്ടുണ്ട് അല്ലെ. പല റിലേ കളിച്ചപ്പോഴും റിലേയിൽ ഓടിയപ്പോഴും ബാറ്റൻസ് ഒരുപാട് കൈമാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പറയുന്നത് ഏറ്റവും ടഫസ്റ്റ് ആയിരിക്കും. ഈ പറയുന്ന ചുമതല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗോണ ബി വെരി ടഫസ്റ്റ് ടു maneuver, ടു ഡയറക്റ്റ്, ടു ഗൈഡ് അല്ലെ. നമ്മളൊന്ന് എക്സസൈസ് ചെയ്യാൻ ഏറ്റവും കഷ്ടപ്പാട് വരാൻ പോകുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ ഇട്ടേക്കുന്നത് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ എന്ന് പറയുന്ന IOA എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് നോക്കാം. ആസ് എ umbrella organization for sports bodies in India, the IOA has to deal with sister associations lost in dissidence. Stadiums become white elephants, leashed out for housing loan expos or music concerts. Age fudging and doping are grim realities as young athletes seeking jobs chase medals at zonal, age group and national levels. Medals often secure a career opening in public sector units, banks and a few corporates, and Usha is aware of this. She and her team of administrators that includes sports persons and അപ്പോൾ ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ആണ് ഈ പറയുന്ന സ്പോർട്സ് ബോഡീസ്. ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ള സ്പോർട്സ് ബോഡീസിലെ ഏറ്റവും എല്ലാം അംബ്രല്ല അസോസിയേഷൻ ആണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ IOA എന്ന് പറയുന്നത് അല്ലെ. ഇതൊരു അംബ്രല്ല അസോസിയേഷൻ ആണ്. ഇതിന്റെ ചുവട്ടിൽ ഒരുപാട് സിസ്റ്റർ അസോസിയേഷൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ലോസ് ആൻഡ് ഡിസിഡൻസ് ആണ്. അവരെല്ലാം പ്രൊട്ടസ്റ്റിൽ മാറി നിൽക്കുന്ന ഒരുപാട് അസോസിയേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അവരെല്ലാം കൂട്ടിച്ചേർക്കുക എന്നുള്ള വലിയൊരു ദൗത്യം കൂടെ ആർക്കുണ്ട്? നമ്മുടെ P.T. ഉഷയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാര്യം ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റേഡിയംസ് ഒക്കെ ഇപ്പൊ വലിയ പൈസ കൊടുത്ത് മേടിച്ചിട്ട് പക്ഷെ യൂസ്ലെസ് ആയി എക്സ്പെൻസീവ് ആയിട്ട് ഇവിടെ കിടക്കുക, പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാതിരിക്കുക, വൈറ്റ് എലഫൻസ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. അത് ചിലതൊക്കെ റിസ്ട്രെയിൻ ചെയ്തിരിക്കുകയാണ് ഫോർ ഹൗസിംഗ് ലോൺസ് എക്സ്പോസിന് വേണ്ടി, ഹൗസിംഗ് ലോൺ എക്സ്പോസിന് വേണ്ടിയിട്ടൊക്കെ മാറ്റി വെച്ചേക്കുവാണ്, മ്യൂസിക് കോൺസേർട്ട് നടത്താൻ വേണ്ടിയൊക്കെ മാറ്റി വെച്ചേക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സ്റ്റേഡിയം ഉപയോഗിക്കേണ്ടത് എന്തിനോ അതിനല്ല ഉപയോഗിക്കുന്നത്, വേറെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കപ്പെടുന്നത്. അത് അറിയാം. പിന്നെ ഏജ് ഫഡ്ജിങ് ആൻഡ് ഡോപ്പിംഗ്,
ഏജ് ബഡ്ജിങ് ഡ്രോപ്പിംഗ് എന്ന് പറയുന്ന ഒരു ക്രൈസിസ് നമ്മൾ കേട്ടുപരിചയം പത്രത്തിലെ തലക്കെട്ടുകളായിട്ട് ഒരുപാട് കേട്ടുപരിചയം ഉണ്ടായിരിക്കും ഏജ് ഡ്രോപ്പിംഗ് ഒക്കെ. ചില ജോലികളിൽ നിന്നൊക്കെ നമ്മൾ മാറ്റി എന്താ പറയുക, ഒരു പ്രായമായി കഴിയുമ്പോഴേക്കും പിന്നെ ഫീൽഡ് ഇറക്കാതെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ്, പിന്നെ ജോബ് ഹണ്ടിങ് മാത്രമാണ് ഈ പറഞ്ഞ അത്ലീറ്റ്സിന്റെ ഒരു പ്രശ്നം അല്ലെ. അതൊക്കെ ഗ്രിം റിയാലിറ്റീസ് ആണ്. അതൊക്കെ സ്ഥിരമായിട്ട് സീരിയസ് ആയിട്ടുള്ള കുറച്ച് റിയാലിറ്റീസ് ആണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറച്ച് വളരെ ടെറിബിൾ ആയിട്ടുള്ള റിയാലിറ്റീസ് ആണ്. അതിനെപ്പറ്റിയൊക്കെ നല്ല രീതിയിൽ അറിയാവുന്ന ഒരു അത്ലീറ്റ് തന്നെയായിരുന്നു, അല്ല അത്ലീറ്റ് ഹെർസെൽഫ് ആയിരുന്നു നമ്മുടെ പി ടി ഉഷ. അപ്പം അവർക്ക് നന്നായിട്ട് അറിയാം ഈ പറയുന്ന ഏജ് ബഡ്ജിങ്ങിനെ പറ്റിയും അതുപോലെ ഡോപ്പിങ്ങിനെ പറ്റിയും കറക്റ്റ് ആയിട്ട് അറിയാം. അതുപോലെ ജോലി തേടിയുള്ള ഇതിനെ പറ്റിയും മെഡൽസ് സോണൽ ലെവലിലുള്ള മെഡൽ ചേസിങ് എങ്ങനെയാണെന്നുള്ളതും ഏജ് ഗ്രൂപ്പിന്റെയും നാഷണൽ ലെവൽസിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് പി ടി ഉഷ. അതുപോലെ തന്നെ മെഡൽസ് എന്ന് പറയുന്നത് സെക്യൂർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് സെക്ടർ ഒരു കരിയർ കിട്ടണമെങ്കിൽ മെഡൽസ് വേണം. ഇല്ലാതെ ചുമ്മാ ഇരിക്കുന്ന ഒരാൾക്ക്, ഒരു അത്ലീറ്റിനും അങ്ങനെ ഒരു എന്താ പറയാ ഒരു സെക്യൂർ പ്രൊഫഷനിലോട്ട് എത്താൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് ബാങ്കിലായിക്കോട്ടെ, കോർപ്പറേറ്റ് സെക്ടേഴ്സിലായിക്കോട്ടെ, ചില സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എത്തിച്ചേരുക എന്നുള്ളത് വളരെ പണിപെട്ട പരിപാടിയാണെന്നുള്ളത് പി ടി ഉഷയ്ക്ക് അറിയാം. അപ്പം ഇവരെ സംബന്ധിച്ചോളം ഇവരെയും പി ടി ഉഷയും അതുപോലെ തന്നെ അവരുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ടീമിനെയും ശരിക്കും എടുക്കുവാണെങ്കിൽ നമുക്ക് സ്പോർട്സ് പേഴ്സൺസ് ഉണ്ട്, അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സ്പോർട്സ് പേഴ്സൺസ് ഉണ്ട്, അതർ ഒഫീഷ്യൽസ് ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഈ പറഞ്ഞ സ്പോർട്സ് പേഴ്സൺസ് ഒഫീഷ്യൽസും ഒക്കെ ദേ നീഡ് ടു ക്രാക്ക് ദ വിപ്പ്. കുറച്ചുകൂടെ സ്ട്രിക്റ്റർ ആയിട്ട് ഈ കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഫോർ ഓൾ ദ പൊളിറ്റിക്കൽ ജോസ്ലിംഗ്, കാരണം ഇതെല്ലാം ഭയങ്കര പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസിൽ നടക്കുന്നു. ഫോർ ഓൾ ദ പൊളിറ്റിക്കൽ ജോസ്ലിംഗ് ദാറ്റ് ഹാപ്പൻസ് ഡ്യൂറിംഗ് ദി ഇലക്ഷൻസ്, men and women representing opposite ideologies shake hands and become entrenched in sports administration, seeking brownie points and fame. The government is leaning on the soft power of sports, the Sports Authority of India's initiatives and corporate backed academies have changed the landscape. India is beginning to aspire for goals beyond the Asian realm, and Neeraj Chopra and Abhinavindra's exploits in the Olympics are a pointer that the skill sets are there, and if support is provided, medals will with better luster can be secured with India. അപ്പോൾ നമ്മുടെ മുമ്പിൽ നമുക്കിപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ട് ആൾക്കാരിലോട്ട് എത്തിയിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം ഇലക്ഷൻസ് വരുമ്പോൾ ഒരുപാട് പൊളിറ്റിക്കൽ ജോസ്ലിംഗ് നടക്കാറുണ്ട്. പൊളിറ്റിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിമറികളും അല്ലെ, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾസ് ഒക്കെ നമ്മൾ നടക്കാറുണ്ട്. മാത്രമല്ല പല ഐഡിയോളജീസ് ഉള്ള ആൾക്കാർ, ഓപ്പോസിറ്റ് ഐഡിയോളജീസ് ഉള്ള ആൾക്കാരൊക്കെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ട് തൽക്കാലത്തേക്ക് എന്ത് ചെയ്യും, കാര്യം തൽക്കാലത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ്മെന്റിൽ പോകാറുണ്ട് സ്പോർട്സ് അഡ്മിനിസ്ട്രേഷനിൽ. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞ ബ്രൗണി പോയിന്റ്സ് കിട്ടാൻ വേണ്ടി നോക്കും. ബ്രൗണി പോയിന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഫേക്ക് ആയിട്ടുള്ള വല്ലവരുടെയും പേര് കിട്ടാൻ വേണ്ടി, പേര് ആരുടെ ഒരു ഗുഡ് ലിസ്റ്റ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാം ഓക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാറുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ എല്ലായിടത്തും ഉണ്ട്, എല്ലാ ഫീൽഡിലും ഉണ്ട്, അതിൽ സ്പോർട്സിലും ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ഗവൺമെന്റിന്റെ ചായ്വ് എന്ന് പറയുന്നത് സോഫ്റ്റ് പവർ ആണ്, സ്പോർട്സിന് സോഫ്റ്റ് പവർ ആയിട്ട് മാറിയിരിക്കുന്നു. ഒരുപാട് കോർപ്പറേറ്റ് ബാക്ക്ഡ് അക്കാഡമീസ് ഉണ്ട്, അതെല്ലാം ലാൻഡ്സ്കേപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ പഴയ കാര്യങ്ങളെല്ലാം മാറി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഇന്ത്യ എന്ന് പറഞ്ഞ ഏഷ്യൻ തലങ്ങളിൽ വിട്ട് ഭയങ്കര പോസിബിലിറ്റി ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. അതിലിപ്പോ നമ്മൾ എടുത്തു പറയുന്നത് നീരജ് ചോപ്ര എടുത്തു നോക്കിക്കോ, അല്ലെ അഭിനവ് എടുത്തു നോക്കിക്കോ, ഇവരെ മാത്രം എടുത്ത് നമ്മൾ കുറയ്ക്കരുത് കേട്ടോ. നമുക്ക് ഒരുപാട് പ്രതിഭകളുണ്ട് അല്ലെ, നമ്മുടെ അത്ലീറ്റ്സ്, ഒരുപാട് അത്ലീറ്റ്സ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. ആ അത്ലീറ്റ്സിനൊക്കെ എടുത്ത് നോക്കി, അവരുടെയൊക്കെ അച്ചീവ്മെന്റ്സ് നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ നമുക്ക് ഇവരുടെ രണ്ടുകൂടെ എസ്പെഷ്യലി എടുത്ത് നോക്കാൻ കാര്യം വെച്ചാൽ ഇവരുടെ രണ്ടര അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് നമുക്കൊരു പോയിന്റർ ആണ്, നമുക്കൊരു വഴികാട്ടി, ഇറ്റ്സ് എ ഡിറക്ഷൻ. ഇനിയുണ്ട് അത് നമുക്ക് എന്താ വേണ്ട സ്കിൽ സെറ്റ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. നമ്മുടെ പ്രശ്നം എന്താ, സ്കിൽ സെറ്റ് ഉണ്ട്, പക്ഷെ നമ്മുടെ പ്രോബ്ലം ഇസ് സപ്പോർട്ട് ഇല്ലായ്മയാണ്. അപ്പൊ സപ്പോർട്ട് നന്നായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റും, നമുക്ക് കുറച്ചുകൂടെ തിളക്കം, കുറച്ചുകൂടെ ലെസ്ചറിലൂടെ എത്താൻ പറ്റും. വി ക്യാൻ സെക്യൂർ അല്ലെ, നമുക്ക് നമ്മുടെ മെഡൽസ് ഒക്കെ സെക്യൂർ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല, പക്ഷെ സപ്പോർട്ട് നല്ല രീതിയിൽ വേണം. വിത്ത് ഇന്ത്യ hoping to bid for the Olympics in 2030s, Usha and her team are expected to create a road map for that too. അപ്പൊ അതില് ഉഷ എന്ന് പറയുന്ന ആൾക്ക്, പി ടി ഉഷ എന്ന് പറയുന്ന ആൾക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ്. ഇതിൽ നിന്ന് മാറ്റം കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ടൊരു റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല, നല്ല പണിയായിട്ട് പണിയാണ്. പക്ഷെ അതിന് ഷീ ഈസ് ഏബിൾ, അതിനുള്ള എബിലിറ്റി ഇവർക്ക് ഉള്ളതുകൊണ്ടാണ് ഇവരെ നമ്മൾ എടുത്തേക്കണേ. അപ്പം ദ പയോളി എക്സ്പ്രസ് ഹാസ് എ ടഫ് ചാലഞ്ച് ഹെഡ്. അപ്പൊ പയോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഉഷയ്ക്ക്, പി ടി ഉഷയ്ക്ക് ഇതൊരു ടഫ് ചാലഞ്ച് തന്നെയാണ്. ബട്ട് ലെറ്റ്സ് സീ, ഇതൊരു അനലിറ്റിക്കൽ പീസ് ഓഫ് ആർട്ടിക്കിൾ ആണ്, കൃത്യമായിട്ടും നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ സ്പോർട്സിന്റെ തിങ്സിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ആർട്ടിക്കിൾ ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. Yeah. Srishant was sacked from the Indian cricket team. The impeachment, മനസ്സിലാക്കി ഒരു thumbs up ഇട്ടോ പിള്ളേരെ. എന്നിട്ട് നമുക്ക് ആർട്ടിക്കിളോട്ട് ക്വസ്റ്റനിലോട്ട് പോകും, ഇന്നത്തെ ക്വസ്റ്റനിലോട്ട് പോട്ടോ. Impeachment of president dissolved the meeting and the auditor sacked some employees who made manipulation in the accounts. That's great. She bid an exam. That's great. Nowadays, reigning is reigned and dissolved good maneuver of a country. Reigned and dissolved good maneuver exercise. Okay, great. I cracked the whip to employment officer to get certificate. Okay, കുറച്ചൊരു സ്ട്രിക്റ്റ് ആയിരുന്നു, കൊള്ളാം. ബോത്ത് സെൻട്രൽ ആൻഡ് KPSC എക്സാം ചെയ്യുമ്പോൾ പാക്ക് ഉണ്ടോ?
ഉണ്ട് വിഷ്ണു. സെൻട്രൽ ഗവൺമെന്റ് എക്സാം KPSC ചെയ്യുന്ന കേരള മെഗാ പാക്ക് എന്ന് പറഞ്ഞ പാക്ക് ഉണ്ട്. അത് കൃത്യമായിട്ട് നീ വായിച്ചു നോക്കിയാൽ 5000 സംതിങ് ഉള്ളതുണ്ട് കേട്ടോ. നിനക്ക് ഉപയോഗിച്ചോ, അത് ഉപയോഗിച്ചോ വിഷ്ണു. അത് തന്നെയാണ് ബെറ്റർ. ഒരു വർഷത്തേക്ക് നിനക്ക് ഏതൊക്കെ എക്സാമിന് അപ്പിയർ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ വേണ്ടി നിനക്ക് ഉപയോഗിക്കാം. നമ്മുടെ അതിനിട്ടൊരു പാക്ക് ഉണ്ട്, കേരള മെഗാ പാക്ക്. യൂസ് ചെയ്തോ. എന്റെ കോഡ് ഉപയോഗിച്ചത് നിനക്കൊരു 4000 സംതിങ്ങിനുള്ളിൽ, അല്ല 5000 സംതിങ്ങിനുള്ള, 5000-നുള്ളിൽ ഈ ഒരു അമൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. ഐ എക്സ്പ്ലോയിറ്റ് മൈ ബെസ്റ്റ് ഫോർ ഫുൾ മാർക്ക്. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ ക്വസ്റ്റനിലോട്ട് പോവാണേ. ക്വസ്റ്റനിലോട്ട് പോകുന്നത് ക്വസ്റ്റൻ നോക്കിക്കേ. ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റൻ. വെള്ളിയാഴ്ച നമ്മളിട്ട ക്വസ്റ്റൻ ഇതായിരുന്നേ. In 2019, a center-left local politician in Western Germany has killed a synagogue in Halle, Eastern Germany, was attacked by a gunman, killing 2. ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റൻ. ആൻസർ എനിക്ക് കുറച്ച് പേര് തന്നിട്ടുള്ളൂ. എനിക്ക് ആൻസർ ബാക്കിയുള്ളവരും തരാൻ പറ്റുമോ? ഇവിടെ എന്താണ് എറർ? എറർ ഉണ്ടോ അതോ എറർ ഇല്ലയോ? എറർ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. എറർ ഉണ്ടെങ്കിൽ എന്താണ് എറർ എന്ന് പറയാൻ പറ്റുമോ? Can I get your answers people? വേഗമാട്ടെ, ആൻസർ പെട്ടെന്ന് പറഞ്ഞു. ഉഷാറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ആൻസർ തന്നേ. ഒരാളെ ശരിക്കും പറഞ്ഞ ആൻസർ തന്നിട്ടുള്ളൂ. ഐശ്വര്യ മാത്രമേ ആൻസർ തന്നിട്ടുള്ളൂ, വേറെ ആരും തന്നിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഐശ്വര്യ മാത്രമേ തന്നിട്ടുള്ളൂ. കിൽഡ് 2 അല്ലല്ല, കില്ലിംഗ് 2 കറക്റ്റാ. കില്ലിംഗ് 2 കറക്റ്റ് ആട്ടോ, അതിൽ തെറ്റില്ല. കില്ലിംഗ് 2 ഇവിടെ ഉപയോഗിച്ചിരുന്നത് വാസ് അറ്റാക്ഡ് ബൈ എ ഗൺമാൻ, കില്ലിംഗ് 2. അവിടെ കില്ലിംഗ് 2 ഇസ് എ ഫ്രേസ്, അവിടെ തെറ്റില്ല, അവിടെ അല്ല പ്രശ്നം. അതിന് മുമ്പ് നോക്കിക്കേ, കിൽ എന്ന വേർബിന് ഒരു പ്രത്യേകത ഉണ്ട്. കിൽ എന്ന വേർബിന് ഒരു പ്രത്യേകത ഉണ്ട്, ശ്രദ്ധിച്ചോണം എല്ലാവരും. കിൽ എന്ന വേർബിന് പ്രത്യേകത എന്താ? കിൽ എന്ന വേർബ് ഒരു ട്രാൻസിറ്റീവ് വേർബാ. അതിനുശേഷം എപ്പോഴും ഒരു ഒബ്ജക്റ്റ് നിർബന്ധമായിട്ട് വേണം. അപ്പൊ നമുക്ക് എന്തായാലും നോക്കിക്കേ, ജർമ്മനി ഹാസ് കിൽഡ് എന്ന് കൊടുക്കില്ല. കിൽഡ് ആരെ കൊല്ല് ചെയ്തു കൊടുക്കണം, കിൽ ചെയ്തു കൊടുക്കണമെങ്കിൽ. അപ്പം അവിടെ പാസിവൈസേഷൻ വേണം. പക്ഷെ പാസിവൈസേഷൻ കൊടുക്കാൻ ഹാസ് ബീൻ കിൽഡ് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇൻ 2019. അപ്പൊ ട്രാൻസിറ്റീവ് വേർബ് ആയിട്ട് അത് വന്നില്ല, ഇൻട്രാൻസിറ്റീവ് ആയിട്ടാ വന്നെങ്കിൽ അവിടെ പാസീവ് വോയിസാ കൊടുക്കേണ്ടത്. പക്ഷെ അവിടെ പാസീവ് വോയിസ് കൊടുക്കാൻ നമുക്ക് ഹാസ് ബീൻ കിൽഡ് കൊടുക്കാൻ പറ്റില്ല. ടെൻസ് മാറിയേക്കുവാ. ഇൻ 2019 കൃത്യമായിട്ടൊരു വർഷം കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ടൊരു വർഷം കൊടുത്തു. നമ്മളിവിടെ കിൽഡ് തന്നെ വേണം. പക്ഷെ വെറും കിൽഡ് കൊടുക്കാൻ പറ്റില്ല, പാസിവൈസേഷൻ വേണം. കിൽഡ് ആരെ കൊന്നു എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ അതിന് പാസീവായിട്ട് കൊടുത്തു, അപ്പൊ ഇൻട്രാൻസിറ്റീവ് ആയി. അങ്ങനെയാണെങ്കിൽ ജർമ്മനി വാസ് കിൽഡ് കൊടുക്കണം. കാര്യം എന്താ? എ ലെഫ്റ്റ് ലോക്കൽ പൊളിറ്റീഷ്യൻ കൊല്ലപ്പെട്ടു എന്ന് കൊടുക്കണം, അല്ലെ? കൊന്നു എന്നല്ല, പൊളിറ്റീഷ്യനെ കൊന്നു എന്നായിരുന്നെങ്കിലോ കിൽഡ് എ പൊളിറ്റീഷ്യൻ, കിൽഡ് എ സെന്റർ ലെഫ്റ്റ് ലോക്കൽ പൊളിറ്റീഷ്യൻ എന്ന് കൊടുത്തേനെ. ഇവിടെ അതല്ല കൊടുത്തേക്കുന്നത്. ഇൻ 2019 എ സെന്റർ ലെഫ്റ്റ് ലോക്കൽ പൊളിറ്റീഷ്യൻ ഇൻ വെസ്റ്റേൺ ജർമ്മനി ഹാസ് കിൽഡ് തെറ്റ്, വെറും കിൽഡ് തെറ്റ്, വാസ് കിൽഡ് കൊല്ലപ്പെട്ടു. ആൻഡ് എ സിനഗോഗ് ഇൻ ഹാലി ഈസ്റ്റേൺ ജർമ്മനി വാസ് അറ്റാക്ഡ്. കണ്ടോ ഇവിടെ? കണ്ടോ? വാസ് അറ്റാക്ഡ്. എന്തുകൊണ്ടാണ് ഇത് ഇവിടെ വാസ് അറ്റാക്ഡ് കൊടുത്തേ? സെയിം വേ അറ്റാക്ക് ചെയ്യപ്പെട്ടു. അറ്റാക്ക് എന്ന വേർബും ട്രാൻസിറ്റീവ് വേർബാണ്. അപ്പൊ രണ്ടും പാസീവ് വോയിസിലാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് വാസ് അറ്റാക്ഡും വാസ് കിൽഡും വേണ്ടത്. ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടന്റ് ആണേ. ഓക്കെ, അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, സാഷിയേറ്റ് എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുത്തുക, സംതൃപ്തിപ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. സാഷിയേറ്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തിപ്പെടുത്തുക എന്നൊക്കെ പറയില്ലേ, ശമിപ്പിക്കുക എന്നൊക്കെ പറയും. പല അർത്ഥമുണ്ട് കേട്ടോ, സാഷിയേറ്റിന് പല അർത്ഥമുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്വസ്റ്റനിലോട്ട് പോകാം കേട്ടോ. ഇന്നത്തെ ക്വസ്റ്റനിലോട്ട് പോകാം, നോക്കിക്കോ. Another question. And without reforms, one of the most unequal societies in South America would only get trapped in cycles of economic and political crisis. ഇതാണ്. ഓക്കെ, ഇതാണ് the question. അപ്പൊ തൃപ്തിപ്പെടുത്തുക എന്നൊക്കെയാണ് കേട്ടോ സാഷിയേറ്റിന്റെ ഒരു അർത്ഥം. ഓർത്ത് വെച്ചോണേ. ഹാല, അതാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ക്വസ്റ്റൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്, എനിക്ക് ആൻസർ കോമെന്റ് സെക്ഷൻ തരണേ, മറക്കരുതേ. അപ്പോ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാ ഇനി ഉണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം ചാനൽ 2 ടെലിഗ്രാം ചാനൽ ഉണ്ട്. KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ Attendant കേരള സെൻട്രൽ എക്സാംസ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. 7:30 നമ്മുടെ CHSL PYQ സെഷൻസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ രാത്രി കാണാം PYQ, CHSL PYQ GK ആൻഡ് ഇംഗ്ലീഷ് കേട്ടോ. ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിള്ളേരെ. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ.